ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവരെ നിശ്ചയമായും അല്ലാഹു തആല പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ. യുഹല്ലൗന ഫീഹാ, ആ സ്വർഗീയ ഉദ്യാനങ്ങളിൽ അവർക്ക് അണിയിക്കപ്പെടും. മിൻ അസാവിറ, വളകൾ. മിൻ ദഹബിൻ, സ്വർണത്തിനാലുള്ള വളകൾ. വലുഉലുഅൻ, രത്നങ്ങളും അവർക്ക് അണിയിക്കപ്പെടും. വലിബാസുഹും, അവർക്കുള്ള ലിബാസുകൾ, ഉടുപ്പുകൾ. ഫിഹ, ആ സ്വർഗീയ ആരാമങ്ങളിൽ ഹരീറുൻ, പട്ടായിരിക്കും. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി, വാക്കിൽ നിന്നുള്ള പരിശുദ്ധമായതിലേക്ക് അവർ ഹിദായത്താക്കപ്പെട്ടവരാണ്. വഹുദു ഇല സുറാത്തുൽ ഹമീദ്, സ്തുത്യനായ നാഥൻ്റെ സരണിയിലേക്ക് അവർ ചേർക്കപ്പെട്ടവരുമാണ്. സൂറത്തിൻ്റെ ഫസ്റ്റ് മുതൽ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചും അവിശ്വാസികളുടെ പല പരമ്പരകളെ കുറിച്ചുമാണ് പറഞ്ഞത്. പല നിലക്കുള്ള അവിശ്വാസികളുണ്ട്, കാഫിര്യങ്ങൾ. ഓരൊക്കെ നരകത്തുകാണ്, വിശ്വാസികൾ സ്വർഗത്തുക്കുമാണ്. അങ്ങനെ ആത്യന്തികമായി നോക്കുമ്പോൾ രണ്ട് വിഭാഗമാണ് ആകെ ഉള്ളത്. ആദം നബി അലൈഹി സ്വലാം വന്നിട്ട് ഇന്നോളം ഖിയാമത്ത് വരെ ഉള്ള മനുഷ്യന്മാരൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് വിഭാഗമാണ്. ഒരുപാട് ടീമുണ്ടെങ്കിലും പേരുണ്ടെങ്കിലും ജാതികളും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണ്. ഒന്ന് നരകത്തേക്ക് പോകുന്നവരാണ്, ഓലെ പറ്റി ഇന്നലെ പറഞ്ഞു. ഒന്ന് സ്വർഗത്തേക്ക് പോകുന്നവരാണ്. സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്കുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അവിടെ സ്വർണത്തിൻ്റെ വളകളും രത്നങ്ങളും അണിയിക്കപ്പെടും. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് എന്താണ്? പട്ടാണ്. ഇത്ര മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്തായിട്ട് അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഹദീസിലുണ്ട് സ്വർഗത്തിലുള്ള സൗകര്യങ്ങൾ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച സൗകര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയണ മറ്റു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവർക്ക് കിട്ടിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി, കൗലിൽ നിന്നുള്ള ഏറ്റവും ത്വയ്യിബിലേക്ക്, പരിശുദ്ധമായതിലേക്ക് അവർ ഹിദായത്താക്കപ്പെട്ടു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കൗലാണ്. അതാണ് ഇവർക്കുള്ള അടിസ്ഥാന ഗുണം. മാത്രമല്ല വഹുദു ഇലാ സുറാത്തുൽ ഹമീദ്, സ്തുത്യനായ നാഥൻ്റെ സുറാത്തിലേക്ക്, സരണിയിലേക്ക് അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടിരുന്നു. അതാണ് കാര്യം. അവർക്കാണ് സ്വർഗം. ഇപ്പോൾ ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം നമ്മൾ നോക്കണേ എങ്ങനെയാണല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ. എന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ ഹിദായത്ത് നൽകണം തമ്പുരാനെ. അതേതാണ്? നീ അനുഗ്രഹിച്ചവരുടെ. അതുതന്നെയാണ് ഹമീദിൻ്റെ സിറാത്ത് പറയണമെങ്കിൽ. ഹമീദ് എന്ന സ്തുത്യൻ എന്നാണ്. ആരാണത്? അല്ലാഹു തആല. അതാണ് കാര്യം. അതിനാണ് ഇവിടെയും പറഞ്ഞത്. അതാണ് സ്വർഗപ്രവേശത്തിനുള്ള മാനദണ്ഡം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്യം വേണം. പോരാ, ഏത് വേണം? ആ ഹമീദിൻ്റെ സരണിയിലേക്ക് ചേർക്കപ്പെടും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തോന്നിമാർ കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും സ്വർഗത്തേക്ക് അങ്ങനെ എത്തുന്നില്ല. സ്വർഗം ഇങ്ങനെ കൊടുത്തിട്ട് നാളെ അല്ലാഹു തആല സ്വർഗ്ഗക്കാരോട് പറയാണ്, ഇന്ന ഹാദാ കാന ലക്കും ജസാ, ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വകാന സയ്യുക്കും മഷ്കൂറ, നിങ്ങൾക്കുള്ള പ്രയത്നം, നിങ്ങൾ ദുനിയാവിൽ ചെയ്ത ത്യാഗങ്ങൾ ഈ നിലക്കുള്ള ശുക്ർ ചെയ്യപ്പെടാൻ യോഗ്യമായിരുന്നു. ഏത് സൂറത്ത്? സൂറത്ത് ഇൻസാൻ. സൂറത്ത് ഇൻസാനിൽ ഏറെക്കുറെ സ്വർഗത്തെ കുറിച്ച് കുറച്ച് നല്ലോണം പറഞ്ഞ സൂറത്താണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കാസിൻ കാന മിസാജുഹാ കാഫൂറ അയന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂന തഫ്സീറ. എത്രയോ വട്ടം നമ്മൾ ഓതിയിട്ടുള്ളതാണ്. നല്ല സൽവൃത്തരായ ആളുകൾ ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കാസിൻ കാന മിസാജുഹാ കാഫൂറ, കർപ്പൂരത്തിൻ്റെ ചേരുവയുള്ള ചഷകങ്ങൾ, കള്ളേ, അവരിങ്ങനെ കുടിക്കും സ്വർഗത്തിൽ. അയന യശ്റബു ബിഹാ ഇബാദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാറുകൾ കുടിക്കുന്ന ഒരു പ്രത്യേക ഉറവയാണത്. യുഫജ്ജിറൂന തഫ്സീറാത്, യഥേഷ്ടം അവർ ഒഴുക്കി നടത്തും, എടുക്കും, ടൈറ്റില്ല. എന്താ കാരണം? യൂഫൂന ബിന്നദിരി, അവർ നേർച്ച കൂട്ടുന്നവരായിരുന്നു. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, ഖിയാമത്ത് നാളിനെ കുറിച്ച് പേടിയുള്ളവരുമായിരുന്നു അവർ. വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അവർ ഭക്ഷണം നൽകുന്നവരായിരുന്നു. യതീമിനും മിസ്കീനും അതുപോലെ തന്നെ അസീർ, ബന്ദികൾ, തടവുപുള്ളികൾ, തടവുകാരായിട്ട് പിടിക്കപ്പെട്ട തടവുകാർ. യുദ്ധമൊക്കെ കഴിയുമ്പോഴേ, യുദ്ധത്തിൽ ശത്രുക്കൾ പരാജയപ്പെടുമ്പോൾ അവരുടെ പട്ടാളക്കാരൊക്കെ അടിമകളായിട്ട് പിടിക്കും. അതാണ് ബന്ദികൾ. ആ ബന്ദികൾക്കൊക്കെ അവർ അന്നം നൽകും. ആ അന്നത്തിലേക്ക് അവർക്ക് തന്നെ അങ്ങേയറ്റത്തെ പ്രിയമുള്ളതോടെ, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ നിങ്ങളെ ഊട്ടുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളുടെ യാതൊരു നന്ദിയോ
കൃതജ്ഞതയോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കണ്ടാണ് നിങ്ങൾ ആ സ്വർഗസ്ഥരായ ആളുകളുടെ ഒരു മനോഗതം. എന്താണ് ഇഖ്ലാസ്? എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ യാതൊരു നന്ദി ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, ഘോരവും വളരെ സുദീർഘവുമായൊരു ദിനത്തെ ഞങ്ങൾ പേടിക്കുന്നുണ്ട്. മുഖം ചുളിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ദിനം വരാനിരിക്കുന്നുണ്ട്. അവിടെ രക്ഷ കിട്ടാനാണ് ഞങ്ങളിതൊക്കെ ചെയ്യണത്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം, അത്തരം ആളുകൾക്ക് ആ ദിനത്തിൻ്റെ എല്ലാ ഷറുകളെയും അല്ലാഹു തആല കാക്കും. വലഖാഹും നദറത്തും വസുറൂറ, മുഖപ്രസന്നതയും സന്തുഷ്ടിയും അല്ലാഹു തആല അവർക്ക് നൽകും. വല്ല മുഖം ഇങ്ങനെ തിളങ്ങും സന്തോഷം കൊണ്ടേ. ഇവിടെ ദുനിയാവിലുണ്ടാവും നല്ല സന്തോഷം തന്നെ ഉണ്ടായ പോലെ മുഖത്ത് കാണും. വജസാഹും ബിമാ സബറു, ദുനിയാവിൽ ക്ഷമിച്ചതിന് പകരമായിട്ട് അല്ലാഹു തആല അവർക്ക് പ്രതിഫലം നൽകി. ജന്നത്തം വഹരീറ, സ്വർഗവും പട്ടുടയാടുകളും. വജസാഹും ബിമാ സബറു ജന്നത്തം വഹരീറ മുത്തഖീന ഫീഹാ അലൽ അറായിക്, രാജകീയ കട്ടിൽ അവരിങ്ങനെ ചാരിയിരിക്കും. എല്ലാവരും രാജാക്കന്മാരാണ്. രാജാക്കന്മാരെന്ന് പറയാനല്ലാതെ ഇവിടുത്തെ രാജാക്കന്മാർക്കൊന്നും സ്വപ്നം പോലും കാണാനും കഴിയാത്ത രാജകീയ സൗകര്യങ്ങളും സംഗതികളുമാണ്. അവസാനം പറയുന്നുണ്ട് മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൂന ഫീഹാ ശംസൻ വലാ സംഹരീറ, അവിടെ ചൂടില്ല, തണുപ്പില്ല, വെയിലില്ല, തണുപ്പില്ല. എന്താ കാലാവസ്ഥ അറിയുന്നത്? ലാ യറൂന ഫീഹാ ശംസൻ വലാ സംഹരീറ വദാനിയതൻ അലൈഹിം ദിലാലുഹാ, ആ സ്വർഗത്തിൻ്റെ തണൽ മരങ്ങൾ അവരോട് അടുത്തിരിക്കും. മരമൊക്കെ തൊട്ടടുത്തേക്കാരം. വദാനിയതൻ അലൈഹിം ദിലാലുഹാ വദുല്ലിൽ ഖുതൂഫുഹാ തദ്ലീല, പഴങ്ങൾ അവർക്ക് യഥേഷ്ടം കീഴ്പ്പെടുത്തപ്പെടും. ഇരുന്നിടത്തേക്കും കടന്നിടത്തേക്കൊക്കെ പഴം കിട്ടും. അത് വല്ലാത്തൊരു ആകർഷണമാണ്. വലിയൊരു മൂച്ചിൻ്റെ ഉയരത്തിൽ കിടക്കാൻ മാങ്ങൻ്റെ മരക്കല്ല, ചെറിയ ചെറിയ മൂച്ചിമേൽ കയ്യെത്തിനടുത്ത് ഇങ്ങനെ, അത് ഭയങ്കര ഒരു ആകർഷണമാണ്. സ്വർഗത്തിൽ അതാണ്. വദുല്ലിലത്ത് ഖുതൂഫുഹാ തദ്ലീല വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദ, വെള്ളിയുടെ പാത്രങ്ങൾ അവർക്ക് മേൽ ചുറ്റി നടത്തപ്പെടും. പാത്രം വെള്ളിയാണ്, സ്വർണ്ണം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഹദീസിൽ നല്ല നല്ല വിശദീകരണങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. ഞാൻ അതിലേക്കൊന്നും പോണില്ല, നമുക്ക് ടൈമില്ല. ഇവിടെ പറയുന്നത് വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വ അക്വാബ്, കൂജകളും വ അക്വാബിൻ കാനത്ത് കവാരീറ, അതൊക്കെ സ്ഫടികമാണ്. കവാരീറ മിൻ ഫിദ്ദത്തിൻ, വെള്ളിയാണ്, സ്ഫടികമാണെന്ന് തോന്നുമാറുള്ള ക്ലിയറാണ്. കവാരീറ മിൻ ഫിദ്ദത്തിൻ ഖദ്ദറുഹാ തഖ്ദീറ, സ്വർഗീയ പരിപാലകർ അതൊക്കെ വളരെ പാകത്തിന് നിറച്ചിട്ടുണ്ടാവുന്നു. ആ പാത്രങ്ങളൊക്കെ അത് കൂടുതൽ ആകർഷണമാണ്. നിറക്കലൊക്കെ ഒരു പാകമാകുമ്പോൾ. ഖദ്ദറുഹാ തഖ്ദീറ വയുസ്കൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സഞ്ചബീല, അവിടെ വെച്ച് മറ്റൊരു ചഷകം അവർക്ക് കുടിപ്പിക്കപ്പെടും. സഞ്ചബീലാണ്, ചുക്കിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ്. ഐനം ഫീഹാ തുസമ്മ സൽസബീല, അതവിടെ സൽസബീൽ എന്ന് പറയപ്പെടുന്ന ഒരു ഉറവയാണ്. ഒരുപാട് ഉറവുണ്ട് സ്വർഗത്തിൽ. തേനുണ്ട്, പാലുണ്ട്, കള്ളുണ്ട്, തെളിനീരുണ്ട് എന്നാണ് സൂറത്ത് മുഹമ്മദിൽ പറയുന്നത്. മസലുൽ ജന്നത്തിലെത്തിയ ഉയ്ദൽ മുത്തക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ പറയുന്നത്. ഇവിടെ അതാ പറയുന്നത്, ചുക്ക്, കർപ്പൂരം, രണ്ടെണ്ണായി. വയുസ്കൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സഞ്ചബീല ഐനൻ ഫീഹാ തുസമ്മ സൽസബീല വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യബാല്യമുള്ള ബാലന്മാർ അവർക്ക് മേൽ ചുറ്റി നടക്കും. സാധനം എടുത്തുകൊടുക്കാനേ. ഇവിടെ ഒരു എടുത്തുറിച്ചലാര് എന്നൊക്കെ പറയില്ലേ, അത് സ്വർഗത്തിലെ ചില കുട്ടികളാണ്. മുഖല്ലദൂൻ, എന്നും കുട്ടികൾ. ഈ സ്വർഗത്തിൻ്റെ കൊട്ടാരമൊക്കെ തുറക്കാൻ വേണ്ടി ഇവൻ ചെന്നിട്ട് അവിടെ മുട്ടുമല്ലോ. ഹദീസിലുണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ കൊട്ടാരമൊക്കെ വളരെ പരിചിതമായിരിക്കുമെന്നാണ്. നാട്ടിൽ അവനവൻ്റെ പേരാർക്കെങ്കിലും പേക്കോ കോയാമോ, ഏത് കോയമ്പത്തൂരോടെ പോയി വന്നാലും കോട്ടക്കലങ്ങാടി വന്നാൽ എൻ്റെ പേരേക്ക് ചെയ്ത് ധൈര്യമായിട്ട് പോലെ ആരോടും വയ്യ വയ്ക്കണോ? അന്നമാർക്കാണല്ലോ സ്വർഗത്തിൽ. ഇത്രയും ആകാശഭൂമിൻ്റെ വിശാലതക്കുള്ള സ്വർഗത്തിൽ അള്ളാൻ്റെ ഫضലുകൊണ്ട് സാധുക്കൾ നമ്മൾ കടന്നാൽ നമുക്കുള്ള കൊട്ടാരമൊന്നും തിരഞ്ഞെടുക്കേണ്ടി വരില്ല. പോയിട്ടവിടെ പോയി മുട്ടും വാതുകൽ കൊട്ടാരത്തിൽ. അപ്പോൾ ആദ്യം തന്നെ ഈ പരിചായകനെ വരിക, ഓനെ കാണുമ്പോഴത്തേനും ഇവൻ സുജൂദക്ക് പോകുമല്ലോ, അത്ര ചൊറുക്കിക്കാരെന്നാണ് പറയുന്നത് ഹദീസിൽ. ഇവിടെ പറയണേ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യബാല്യമുള്ള സ്വർഗീയ ബാലന്മാർ അവർക്കുമേൽ ചുറ്റി നടക്കും. ഇദാ റഅയ്തഹും, അവരെ നീ കണ്ടാൽ, ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറ, നൂലറ്റ് കിടക്കുന്ന ചിതറിക്കിടക്കുന്ന മുത്തുമണികളാണെന്ന് തോന്നും. കുട്ടികളെ സ്വർഗത്തിൽ നോക്കണ്ടേ. ഇദാ റഅയ്ത സമ്മ, ആ സ്വർഗത്തിൽ എവിടേക്ക് നീ നോക്കിയാലും, റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറ, മേൽക്കുമേൽ നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ, രാജകീയ സൗകര്യങ്ങൾ. എല്ലാവരും രാജാക്കന്മാരാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചൊരു ചോദ്യം, ആ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
സ്വർഗത്തിൽ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ലഭിക്കുന്ന ആളുകളുടെ സൗഭാഗ്യങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന്. അപ്പോൾ നബിതങ്ങൾ അള്ളാഹു തആല മൂസാഹിബിനോട് പറഞ്ഞെങ്ങനെയാണ്, അത് ലാസ്റ്റ് കടക്കാൻ പറ്റുന്ന ആളാണ്. എല്ലാവരും സ്വർഗത്ത് കടന്ന് സീറ്റൊക്കെ പിടിച്ചു, ഇയാൾ ലാസ്റ്റ് ഇങ്ങനെ വരും. എന്നിട്ട് അയാൾ സ്വർഗത്ത് ഇങ്ങനെ നോക്കിയാണ്ട് പറയും, പടച്ചോനെ എല്ലാവരും കടന്നു, സീറ്റൊക്കെ എന്തായി, ഫുള്ളാണല്ലോ പടച്ചോനെ. അപ്പോൾ ഇയാളോട് അള്ളാഹു തആല ചോദിക്കലാണ്, അതർല അൻ യകൂന ലക മിസ്ലുമ ലിമലിക്കി മിൻ മുലൂക്കി ദുനിയ, ദുനിയാവിലെ ഒരു രാജാവിനുള്ള അത്ര രാജകീയ സൗകര്യങ്ങളൊക്കെ പാടാൻ എനിക്കുണ്ടായാൽ എനിക്ക് തൃപ്തിയാവുമെന്ന്. നമ്മൾക്ക് രാജാക്കന്മാരെയും പാലസൊക്കെ കേൾക്കുക എന്നല്ലാതെ കണ്ടിട്ടില്ല. കണ്ടാലൊക്കെ പറഞ്ഞത് ഭയങ്കര ബ്രിട്ടനിൽ ഭയങ്കര ഒരു ഇതുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ പേര്, നമ്മൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളത് പോയി വന്നുകൊണ്ട് അതിനെ പറ്റിയൊരു ചന്ദ്രികയിൽ എഴുതിയിരുന്നു. ഓരോ ഇഞ്ചും പ്രൗഢമാണെന്നാണ് മൂപ്പർ അതിനെ പറ്റി വർണ്ണിച്ചത്. ബക്കിംഗ്ഹാം കൊട്ടാരോ ഏതാണ്, ബക്കിംഗ്ഹാം കൊട്ടാരം അല്ലേ, ലണ്ടനിലെ വലിയ പാലസ് രാജ്യത്തിൻ്റെ, അത് കണ്ടെന്നാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എഴുതിയതാണ്. ഓരോ ഇഞ്ചും പ്രൗഢമാണെന്ന്. നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇയാളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, എനിക്ക് ദുനിയാവിലെ ഒരു രാജാവിനുള്ളത് പോലത്തെ ഒരു ഒക്കെ ഉണ്ടായാൽ മതിയോ എന്ന്. അപ്പോൾ ഇയാളൊരു മതി പഠിച്ചാനെ, എനിക്ക് മതി. അപ്പോൾ അല്ലാഹ് എന്താ പറയുക, എന്നാൽ ലക്ക ദാലിക എനിക്ക് അതുണ്ട്, ഒമിസ്ലു അത്രയും കൂടി ഉണ്ട്, ഒമിസ്ലു 5 വട്ടം പറയും അത്രയും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിന് ഇയാൾക്ക് ക്ഷമ കെട്ടു, റളീതു മതി എന്ന് ഇയാൾ. അള്ളാഹ് പറയാം അതിൻ്റെ 10 ഇരട്ടിയും കൂടി ഉണ്ട്. അപ്പം മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, അപ്പം സ്വർഗത്തിലെ ഏറ്റവും ടോപ്പ് അവസ്ഥയുള്ളവർ എങ്ങനെയാണ് പഠിച്ചതെന്ന്. ഇതിപ്പോൾ താഴെ കടള്ളവനാണ്. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞെന്താ അറിയോ, അത് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നട്ടതും മുളപ്പിച്ചതുമായ ചില പ്രത്യേകമായ സൗകര്യങ്ങളാണ്. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാനാവാത്തതുമായ സൗഭാഗ്യങ്ങളാണ്. അത് വർണ്ണിക്കാൻ സാധ്യമല്ല, അവർണ്ണനീയമാണ്, അവാജ്യമാണ്. അള്ളാഹു തആല അതൊക്കെ ലഭിക്കുന്ന വിജയികളിൽ സാധുക്കളെ നമ്മളൊക്കെ പെടുത്തട്ടെ. ഇങ്ങോട്ട് തുടർന്നോടെ പറയാണ്, ആ സ്വർഗത്തിൽ എവിടേക്ക് നീ നോക്കിയാലും റൈത നീ കാണും, നഈമൻ മേൽക്കുമേൽ അനുഗ്രഹങ്ങൾ, വമുൽക്കൻ കബീറ രാജകീയ സൗകര്യങ്ങൾ, ആലിയവും സിയാബ് സുന്ദുസിൻ ഖുളർ അവർക്ക് മീതെ പട്ടിൻ്റെ പച്ച ഹരിത വസ്ത്രങ്ങളുണ്ടാവും നേരിയത്, വൈസ്തബർക്കുൻ കട്ടിപ്പട്ടുണ്ടാവും, കട്ടിപ്പട്ടിൻ്റെ മേൽക്കോട്ടുണ്ടാവും, പട്ടിൻ്റെ ഹരിത വസ്ത്രങ്ങളുണ്ടാവും നേരിയത്, വഹ്ലു വസാറുമിൻ ഫില്ല വെള്ളിയുടെ വളകൾ അവർ കണിയിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ ഹജ്ജ് സൂറത്തിൽ പറഞ്ഞത് സ്വർണത്തിൻ്റെ വള, ഇവിടെ പറഞ്ഞത് ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, ഓരോരുത്തർക്കും 2 തോട്ടങ്ങളാണ്. ഒരു തോട്ടത്തിൽ കംപ്ലീറ്റ് അവിടുത്തെ സംഗതികളൊക്കെ വെള്ളിൻ്റെത്, മറ്റേ തോട്ടത്തിൽ ഒക്കെ സ്വർണത്തിൻ്റെത്. വലിമിൻ ഖാഫ മഖാമ റബ്ബി ജന്നത്താൻ, അള്ളാഹിനെ പേടിച്ച ആളുകൾക്ക് എത്ര തോട്ടമുണ്ട്. ഈ 2 ഉദ്യാനങ്ങൾ എത്ര വിശാലത എന്നറിയോ, ആകാശഭൂമിൻ്റെ വിശാലതയാണ് സ്വർഗത്തിന്. അർളു സമാവാത്തു അല്ലള്ളൂ, ഭൂമിൻ്റെ വിശാലത നമ്മൾ കണ്ടിട്ടില്ല, ആകാശത്തിൻ്റെ വിശാലത ആരും അറിഞ്ഞിട്ടില്ല. ഈ ശാസ്ത്രജ്ഞന്മാർ ഇതൊക്കെ കണ്ടുവച്ചിട്ട് ആകാശം എന്താണ്, ഇതിൻ്റെ പരപ്പെത്രയാണ്, വിശാലത എത്രയാണ് മനസ്സിലായിട്ടില്ല. ഓരോരോ ഗാലക്സികൾക്കിടയിലുള്ള അകലം പറയുന്നത് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷമാണ്. ഇതൊക്കെ ആകാശത്തിൻ്റെ ചുവട്ടിലാണ്. ഇവിടെ പറഞ്ഞത് വെള്ളിയാണ്, ഹജ്ജ് സൂറത്തിൽ പറഞ്ഞത് സ്വർണ്ണമാണ്. പരിശുദ്ധമായൊരു പാനീയം റബ്ബ് അവർക്ക് കുടിപ്പിക്കുകയും ചെയ്യും. ഇത് 3ാമത്തെ പാനീയമാണ് അവിടെ പറയുന്നത്, ആ സൂറത്തിൽ പറയുന്നത്. ആദ്യം കർപ്പൂരം പറഞ്ഞു, പിന്നെ ഇഞ്ചിൻ്റെ പറഞ്ഞു, ഇപ്പോൾ പരിശുദ്ധമായൊരു വെള്ളം. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ ഇന്ന ഹാദാ കാന ലക്കും ജസാഅ, ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വകാന സയ്യക്കും മഷ്കൂറാ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചെയ്ത പ്രയത്നങ്ങൾ ഈ നിലക്കുള്ള ശുക്രിന് യോഗ്യമായിരുന്നു എന്ന് അല്ലാഹു തആല അവരോട് പറയും ചെയ്യും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് തോന്നിയ ദിവസം നടന്ന് ചെയ്യണേനൊക്കെ പാടെ അല്ലാഹു തആല അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് കടന്നു. അങ്ങനെ വെക്കലിൻ്റെ ജോലി കടക്കും തന്നെയാണ്. ദഖല മാതിയാണോ മുതലാണോ തങ്ങളെ, ദഖല എന്നുള്ളത് അല്ല, അത് നേര് പറഞ്ഞിട്ടില്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ തന്നെ സ്വർഗത്ത് കിടക്കുന്നതാണ്. മരിക്കണ സമയത്ത് കിടക്കൽ പറയൽ പിന്നെ വളരെ അത് വേറെ പറഞ്ഞിട്ടുണ്ട്. മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന. മരിക്കണ സമയത്തുള്ള വർഷമല്ല ഈ പറയുന്നത്, അല്ലാതെ തന്നെ പറഞ്ഞാൽ തന്നെ സ്വർഗത്ത് കിടക്കുന്നതാണ്. അപ്പം എന്താ ഇതിനാച്ചിക്ക് അവിടെ സംശയമുള്ളത്? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് കിടക്കും, എന്തെങ്കിലും കിടക്കുന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ്. കോയാമ്പ് പറഞ്ഞത് ഒരു അർത്ഥമാണ്. ഒരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ഏത് കള്ളും കഞ്ചാവായിട്ട് നടന്നാലും ഒരു കാലത്ത് ആ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ടോ നേരെ മറിച്ച്
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോലെ പറഞ്ഞാൽ എന്നൊരു ഹദീസിലുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി, കൽബ് എന്നുള്ള ഇഖ്ലാസോട് കൂടെ, അതുകൊണ്ട് അതിൻ്റെ ഹക്കിനെ അവഗണിക്കാത്ത നിലക്ക് പറഞ്ഞാലെന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എന്താ നബി? തെഹജീസുഹു അൻ മഹാരിമില്ലായി, എല്ലാ ഹറാമു ചെയ്യലിനെ തൊട്ടും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ തടുക്കും. അങ്ങനത്തെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും, അതെല്ലായിടത്തും നിങ്ങൾ കാണുമ്പോൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴൊക്കെ നോക്കിയോണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ എവിടെയും നിർത്തുന്നില്ല. വഅമിലു സ്വാലിഹാത്തി, വിശ്വാസം അടിത്തറയാണ്, ഫൗണ്ടേഷനാണ്. അമിലു സ്വാലിഹാത്തി അതിൻ്റെ ശാഖകളാണ്. രണ്ടും വേണ്ടേ? വെറും തറ മാത്രം ഇട്ടാൽ പറക്കാൻ പറ്റുമോ? തറ ഇല്ലാതെ പെരണ്ടാക്കിയിട്ട് തരുന്നുണ്ടോ? മനുഷ്യൻ ഏതായാലും, അല്ല എങ്ങനെ പറയല്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി അറിയില്ലേ, അത് നമുക്ക് സ്വീകാര്യമല്ല. തറ വേണം. തറ ഈമാനാണ്. തറ മാത്രമേ ഉള്ളൂ, പാർക്കാൻ പറ്റുമോ? കയ്യോ? കുറേ നല്ല പെരയും ഉണ്ടാക്കണ്ടേ? അതാണ് അമിലു സ്വാലിഹാത്തി. ഈ പറഞ്ഞതൊക്കെ ഒന്നാണ്. ഇനി നിങ്ങൾക്ക് ഒരു തത്വം ഞാൻ പറഞ്ഞുതരാം. ലോ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ആരാധ്യനുണ്ട് അല്ലല്ലാത്ത. അതേതങ്ങറിയോ? കുൽ മനിത്തഖദ ഇലാഹു ഹവ, ഒരാൾ തൻ്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയാൽ, ദേഹേച്ഛക്ക് അടിപ്പെട്ടിട്ട് അങ്ങനെ പോയി ഒരാൾ. അപ്പോൾ അന്തത്തൊക്കുന്നു അലൈ വക്കീൽ, അവനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയോ നബിയെന്ന്. അതുകൊണ്ട് ഇമാമിങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പം ചിന്തിക്കണം, ഞാൻ തടീച്ചക്ക് അനുസരിക്കുന്ന ആളാണോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമല്ല, ശരിയായിട്ടില്ല. മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹു ഇല്ല പറഞ്ഞാൽ ദേഹേച്ഛനെ ഞാൻ എന്താക്കൂല. ദേഹേച്ഛന് എന്താ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാണ് നമ്മൾ കുറേ പറഞ്ഞില്ലേ, താടി സേവ് ചെയ്യൽ ഇവിടെ തുടങ്ങിയിട്ട് പാൻറ്റ് നെരിയാണിൻ്റെ താഴത്താത്തിൽ മ്യൂസിക്, സംഗീതം കേൾക്കൽ, ഡാൻസ്, നൃത്തം, കാര്യങ്ങൾ, സിനിമകളിൽ, ഇതൊക്കെ ദേഹേച്ഛകളാണ്. അങ്ങനത്തെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഹിസ്നി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എൻ്റെ കോട്ടയാണ്. മൻ ദഖല ഹിസ്നി, എൻ്റെ കോട്ടയിലേക്ക് ആരെങ്കിലും കയറിയാൽ അമിന അദാബി, എൻ്റെ അദാബിനെ തൊട്ടവൻ എന്താകും? രക്ഷപ്പെടും. അപ്പോൾ അള്ളാൻ്റെ കോട്ടയ്ക്ക് കയറിക്കണം എന്നാണ്. ഗസാലി ഇമാമിന് ഇങ്ങനത്തെ ചർച്ച ഉണ്ട്. നമ്മളിങ്ങനെ ആയുധ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പഠിച്ചോനെ ശൈത്താനെ തൊട്ട് കാക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കൂലേ? പ്രാർത്ഥിക്കില്ലേ? എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു ശത്രുവേ ഉള്ളൂ, അത് ശൈത്താനാണ്. ആ ശൈത്താനെ തൊട്ട് എന്നെ കാക്കണേ എന്നുള്ള ദുആ എപ്പോഴും ഉണ്ട് നമുക്ക്. ഒതുർക്കുമ്പോഴും കുളിച്ചുമ്പോഴും നിസ്കരിച്ചുമ്പോഴും ഒക്കെ ആയുധ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ ശൈത്താനെ തൊട്ട് അഭയം തൊടുന്ന ആളുകൾ ശരിക്ക് അള്ളാൻ്റെ കോട്ടയ്ക്ക് കയറി നിന്നിട്ട് അത് പറയണമെന്നാണ് അയിമത്ത് പറയണത്. അല്ലാതെ ഈ തെറ്റുകളും ദേഹേച്ഛകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ പഠിച്ചവനെ ശൈത്താനെ തൊട്ടിനെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെ എന്നറിയോ? ഒരു നരി ഇങ്ങനെ വരുന്നുണ്ട്, ആ നരിൻ്റെ മുമ്പൊക്കെയാണ് ചാടി കൊടുത്തോണ്ട് പറയണം, പഠിച്ചവനെ ഈ നരിനെ തൊട്ടിനെ, നരിൻ്റെ തൊള്ളിലേക്ക് ചാടി കൊടുത്തിട്ട് കാക്കണേ എന്നുകൊണ്ട് പറയണ്ടോ? നരിൻ്റെ റൂട്ടിൽ നിന്ന് മാറി നിൽക്കണ്ടേ? എന്നവർക്ക് ദേഹേച്ഛകളൊക്കെ നിയന്ത്രണം ചെയ്തുകൊണ്ട് പഠിച്ചവനെ അല്ലേ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. കണ്ടാണ് നിങ്ങൾ? അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, നാളെ റബ്ബിൻ്റെ സമക്ഷം നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ച്, വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛകൾ നിയന്ത്രിച്ച ആളുകൾ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവനിക്കുള്ള താവളമാണ് സ്വർഗം. അതേ സ്ഥാനത്ത് അമ്മാമൻ ത്വഗാ വആസറൽ ഹയാത്ത ദുനിയ, ധിക്കരിക്കുകയും ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകൾ, ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, അവൻ്റെ താവളം നരകമായിരിക്കും. കൊന്നല്ലേ പറയണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഓന് പിന്നെ ദേഹേച്ഛകളൊന്നുമില്ല, ഓന് പിന്നെ അള്ളേ ഉള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് പറഞ്ഞെന്നറിയോ? സുമയ്യ ബീവി പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പിന്തിരിയണം, അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. പിൻവലിക്കൂല എന്ന് പറഞ്ഞു. അതിൽ ചുട്ടുപഴുത്ത കമ്പി ഇരുമ്പ് ഗുഹ്യസ്ഥാനത്തേക്ക് കുത്തിക്കയറ്റി അബൂജഹൽ, അപ്പോഴും പിന്മാറിയില്ല. വേദനയിൽ പൊളഞ്ഞപ്പോഴും ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പിന്മാറുമോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷഹീദാണ് ആര്? ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദുമാരാണ് സുമയ്യ ബീവിയാണ്. ആ സുമയ്യ ബീവിനോടൊക്കെ അല്ലാഹു തആല പറയും, ഇന്ന ഹാദാ കാന ലക്കും ജസാഅ, ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വകാന സയ്യിക്കും മഷ്കൂറാ, നിങ്ങളുടെ ത്യാഗങ്ങൾ ഇതിനൊക്കെ യോഗ്യമായിരുന്നു എന്ന്. സുമയ്യൻ്റെ ഭർത്താവാണ് യാസിർ. യാസിറിനെ പോലെ അങ്ങനെ കൊന്നു. യാസിറിനെയും കൊന്നു. യാസിറിനോടും അല്ലാഹു പറയും, തിരൂരത്തെ യാസിറിനോടും പറയും, ഇന്ന ഹാദാ കാന ലക്കും ജസാ. തിരൂരത്തെ യാസിറിനെ ജദീറിനെ അറിയോ? അന്നൊന്നും ജദീറൊന്നും ഉണ്ടാവില്ല. അവിടെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഓതുന്ന കാലത്തുണ്ട് ഒരു യാസിർ തിരൂര് തട്ടാനായിരുന്നു, മുസ്ലിമായി RSSകാരനായിരുന്നു, വലിയ കോട്ടക്കാരനാ.
തിരുനാളിൽ കൊന്നയാൾ അയാൾ RSSകാരനായിരുന്നു, ഇതിൻ്റെ വലിയ ശത്രുവായിരുന്നു. അങ്ങനെ അയാൾ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി പഠിച്ചു മുസ്ലിമായി നോക്കുമ്പോൾ ഈ മറ്റേ പെണ്ണിനൊക്കെ പറഞ്ഞമാർക്ക് കുടുംബങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ RSSകാർ എന്തായി കൊന്നു. യാസറിൻ്റെ ഭാര്യൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? യാസറിൻ്റെ സുമയ്യ. ആ യാസറിൻ്റെ മകൻ്റെ പേര് അമ്മാറുമാണ്. അതൊരു സ്വഹാബി കുടുംബമാണ്. യാസർ, സുമയ്യ, അമ്മാർ. അങ്ങനെ യാസറിനെ സുമയ്യാനെ കൊന്നപ്പോൾ അമ്മാറിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞതാണ്, സബ്റൻ യാ അഹ്ല യാസിർ വലക്കുമുൽ ജന്ന. ക്ഷമിച്ചോ യാസിർ കുടുംബമേ, ക്ഷമിച്ചോ, നിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. റസൂൽ ആരോട് പറഞ്ഞു? അമ്മാറിനോട്. അങ്ങനത്തെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെന്ന് ജീവൻ തന്നെ അതിനു വേണ്ടി കൊടുക്കാൻ തയ്യാറാകുക. അതാണ് ശരിക്കും സ്വർഗത്തിൻ്റെ വില എന്നാണ് ഖുർആനിൽ പറയുന്നത്. സ്വർഗത്തിൻ്റെ വില ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ജീവൻ. എവിടെ പറഞ്ഞത്? ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇസ്തറ എന്ന കച്ചവടം ചെയ്ത് വാങ്ങുന്നതാണ്. ബാഅ വിറ്റു, ഇസ്തറ വാങ്ങി. വിൽക്കണേന് ബാഅ എന്ന് പറയും, ഇസ്തറക്ക് വാങ്ങി എന്ന് പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കച്ചവടമാണ്. പല സ്ഥലത്തും ഈ കച്ചവടമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഉസാറുണ്ട് അധികം ഉണ്ടാവുമല്ലോ. അതിനാണ് അള്ളാഹുവിൽ അങ്ങനത്തെ വാക്ക് പ്രയോഗിക്കുന്നതാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിക്കാരും ക്ലാസ് പള്ളി എന്ന് പറഞ്ഞ മാർക്കല്ല, ഭയങ്കര എല്ലാവർക്കും എന്ത് കച്ചവടം നോക്കും. അതുകൊണ്ട് കച്ചവടത്തെ പറ്റി പലപ്പോഴും ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നല്ലാഹ അശ്തറ, അള്ളാഹുവിൽ കച്ചവടം ചെയ്ത് വാങ്ങിയിരിക്കുന്നു മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന്, അൻഫുസഹും അവരുടെ ശരീരത്തെയും, വ അംവാലഹും അവരുടെ സമ്പത്തിനെയും. എന്താ വില? അള്ളാഹ് കൊടുക്കണ വില എന്താ? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉണ്ടായിരിക്കും. അപ്പോൾ സ്വർഗത്തിന് പകരമായി അള്ളാഹ് ഇങ്ങോട്ട് തരുന്ന സ്വർഗം പകരം വിലയായിട്ട് നമ്മളാണ്ട് കൊടുക്കണ്ടേ? നമ്മൾ ജീവനും കൊടുക്കണം, സമ്പത്തും കൊടുക്കണം. നല്ല മുഅ്മിനീങ്ങളെ പറ്റി സൂറത്ത് ഹുജറാത്തിൽ വന്നത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി സുമ്മ ലം യർതാബൂ വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. എന്താണ് നിങ്ങൾ? യഥാർത്ഥ മുഅ്മിനീങ്ങൾ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുകയും പിന്നെ അശേഷം സംശയിക്കാതെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ സമരം ചെയ്ത, യുദ്ധം ചെയ്ത ആളുകൾ ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായ വിശ്വാസികൾ. ഓരോടൊക്കെ അള്ളാഹുവിൽ ഇങ്ങനെ പറയും. എന്തു പറയും? ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ചെയ്ത കർമ്മത്തിന് പകരമാണ്. അം ഹസിബ്തും അൻ തദ്ഖുൽ ജന്ന, നിങ്ങളൊക്കെ സ്വർഗത്തേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ? വലമ്മ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് അനുഭവിച്ചതുപോലത്തെ ത്യാഗങ്ങളൊന്നും അനുഭവിക്കാതെ സ്വർഗത്തേക്ക് പോകാൻ നിങ്ങൾ കരുതുന്നുണ്ടോ എന്നൊരു ചോദ്യം ഖുർആനിലുണ്ട്. അപ്പോൾ നമ്മളെ കാര്യം കുറച്ച് ബേജാറിനെയാണല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം മതിയാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും പോരാ, ഹമീദിൻ്റെ സരണിയിലേക്ക് ചേരണം. ആ സരണിയാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ നരകത്തൊക്കെ പോകേണ്ടി വരും. ഇപ്പം എന്തെല്ലാം കാര്യത്തിന് പരിശുദ്ധ ഖുർആനിൽ പിന്നെ നരകം ശിക്ഷ പറയേണ്ടി അറിയോ? സക്കാത്ത് കൊടുക്കാത്തവർക്ക്. വലാ യസവന്ന, കരുതണ്ട, അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു, അള്ളാഹ് കൊടുത്തത് കൊണ്ട് ബഖീൽത്തരം കാട്ടുന്ന ആളുകൾ, പിശുക്കത്തരം കാട്ടുക. ഇവൻ്റെ മുതലല്ല, അള്ളാഹിൻ്റെ മുതലാണ്. ഇതൊക്കെ എവിടെയും ഖുർആൻ പറയും. നമുക്ക് തോന്നണ്ട നമ്മളെ കീശിയുള്ളതും നമ്മളെ അക്കൗണ്ടിലുള്ളതും നമ്മൾ സമ്പാദിച്ചൊക്കെ നമ്മളതാന്ന് നമുക്ക് തോന്നണ്ട, അള്ളാഹിൻ്റെതാണ് മുതൽ. ഖുർആൻ എവിടെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് കൊടുത്തത്, ആ അള്ളാഹ് കൊടുത്തത് കൊണ്ട് പിശുക്കത്തരം കാണിക്കുക. ഓ ഹൈറല്ലോ, അത് വലിയ ഹൈറാന്നൊന്നും ആരും കരുതണ്ട. ബൽവ ഷറുലും ഷറാണ്. സയുത്തവ്വഖൂനമാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അത് അവർക്ക് മാല അണിയിക്കപ്പെടും. എന്താ മാല? ഭയങ്കര മൂർഖം പാമ്പായിട്ടുണ്ട് വരും. ഈ സക്കാത്ത് കൊടുക്കേണ്ട മുതലേ, സക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചതില്ലേ, അതൊരു ഭയങ്കര ഉഗ്ര സർപ്പമായിട്ട് വന്നിട്ട് ഇവൻ്റെ പിന്നാലെ ഓടും മേശറിയുന്നത്. അപ്പോൾ ഓടും, എങ്ങനെ ഓടും, രക്ഷപ്പെടാൻ. ഇതൊക്കെ ഹദീസിൽ ഇതിൻ്റെ വിഷയത്തിലുണ്ട്, തഫ്സീറിലുണ്ട്. ഇവിടെ കഴിഞ്ഞിടത്തൊക്കെ ഞാൻ വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ തഫ്സീറൊക്കെ. ഇവൻ്റെ പിന്നാലെ പാമ്പും കൂടും, ഇവൻ ഓടി രക്ഷപ്പെടാൻ കഴിയും. പാമ്പും കണ്ട് ഓനം കണ്ട് ചുറ്റി വളഞ്ഞിട്ട് ഓൻ്റെ നേരെ അനക്കൻസുക, നിൻ്റെ നിധിയാനടാ ഞാൻ, നീ സക്കാത്തൊന്നും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി പിഷ്കത്തരം കാട്ടി വെച്ച മുതലാനടാ ഞാൻ എന്നും പറഞ്ഞിട്ട് പാമ്പ് ഓനെ കൗത്തിലാണ് ചുറ്റും. ഇത് കാഫറിനെ പറ്റി പറയണോ? ഇത് നിസ്കരിച്ചതിനെ പറ്റിയാണ് ഈ പറയണത്. നിസ്കരിച്ചു സക്കാത്ത് കൊടുക്കൂല, അയാളെ പറ്റിയാണ് ഈ പറയണത്. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, വാനഭുവനങ്ങളുടെ അനന്തരാവകാശം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഇതൊക്കെ ഇജ്ജ് കൊടുത്താലും വേണ്ടില്ല, കൊടുത്തിട്ടില്ലും വേണ്ടില്ല, ആര് തന്നെയാണ്? അള്ളാഹിൻ്റെ തന്നെയാണ്. ഈ മുതലൊക്കെ അള്ളാഹിൻ്റെ തന്നെയാണ്. അതിനാണ് പറയുന്നത്. വേണമെങ്കിൽ കൊടുത്തോ. അള്ളാഹിൻ്റെ മുതൽ എൻ്റെ കയ്യിൽ അള്ളാഹു തആല അള്ളാഹിൻ്റെ പ്രതിനിധിയാക്കി എന്നെ ആക്കിയതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ പൊരുത്തത്തിലും അള്ളാഹ് പറഞ്ഞിടത്തും കൊടുക്കണമെങ്കിൽ ഇജ്ജ് കൊടുത്താലും ഇത് നാളെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അനന്തരം എടുക്കൽ ആര് തന്നെയാണ്? അള്ളാഹ് തന്നെയാണ്. അള്ളാഹ് തന്നെയാണ്. ഒക്കെ
എന്താ പ്രയോഗങ്ങൾ അയച്ചു നോക്കുകയാണെങ്കിൽ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ ചെയ്യണതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട് കേട്ടോ. ഇനി വേണേൽ സൂറത്ത് തൗബയിലുണ്ട്. സക്കാത്തിൻ്റെ ഒക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ മുതലില്ലാക്കാൻ നല്ലതെന്ന് തോന്നിപ്പോവും. അതിനത്രയും ഗൗരവമാണ്. ഈ സ്വർണ്ണം വെള്ളിയൊക്കെ പാടെ ഇങ്ങനെ പലകകളാക്കി എന്നിട്ടിങ്ങനെ എന്താക്കും, അവൻ്റെ മുൻഭാഗത്തും പുറംഭാഗത്തും സൈഡിനൊക്കെ അതുകൊണ്ട് ഇങ്ങനെ നരകത്തിൽ ചുട്ട് പഴുപ്പിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചൂട് വെക്കും എന്നുള്ളതാണ് ആ ആയത്തിൽ പറയണത്. പെട്ടെന്ന് പോയി നോക്കിയിട്ട് ആയത്ത് കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കേണ്ട. ചുരുക്കി പറയുകയാണെങ്കിൽ മുഅ്മിനീങ്ങളാണ്, സക്കാത്ത് കൊടുത്തിട്ടില്ല, അങ്ങനത്തെവർക്കൊക്കെ ഏതുണ്ട്, നരകമുണ്ട് തന്നെയാണ്. പിന്നെ നിസ്കരിക്കുന്നവർക്കും നരകമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏത് നിസ്കരിക്കുന്നവർക്ക്? കളാക്കുന്നവർക്ക്. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ കളാക്കുകയാണ്. അപ്പോൾ അസറാൻ കൊടുത്തിട്ട് വന്നിട്ട് ലോറും അസർമാടെ നിസ്കരിച്ച് പോകും. ആ നിസ്കാരം നരകത്തേക്കുള്ളതാണ്. അല്ലെങ്കിൽ സുബഹി 8 മണിക്കാണ് നീച്ച അപ്പം നിസ്കരിച്ചു, നിസ്കരിച്ചിട്ട് വേറെ പരിപാടിയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ചില മുത്തക്കിങ്ങളെ പറ്റിയൊക്കെ അങ്ങനെയാണ് പറയല്. അഭിമാനത്തോടെ ഉസ്താദ് അവൻ നീച്ചാൽ എന്തായാലും ആദ്യമായിട്ട് നിസ്കരിക്കൽ കേട്ടോ, വേറെ പണിയൊന്നുമില്ല. എപ്പോഴാണ് നീച്ചാൽ 8 മണിക്ക്. ആ നിസ്കാരം എടുക്കുള്ളത് നരകത്തേക്കുള്ളതെന്ന് എവിടെ പറഞ്ഞു? ഖുർആനാ പറയണേ ഫവൈലുൽ മുസല്ലീൻ. നിസ്കരിക്കുള്ളത് തന്നെയാണ് ആ നരകം. അല്ലദീനവും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ നിസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കൂല, തോന്നുമ്പോൾ ശല്യാണ്. കണ്ടാണ് നിങ്ങൾ? നിസ്കരിച്ച ആളുകൾക്ക് ഏതുണ്ട്? നരകമുണ്ട്. ഇനി കച്ചവടക്കാർക്കൊക്കെ നരകമുണ്ടെന്ന് അറിയണ്ടല്ലോ. ഫവൈലുൽ മുത്തഫിഫീൻ, ഒരു സൂറത്തിൻ്റെ പേരാണ് മുത്തഫിഫീൻ. എന്താ അർത്ഥം എന്നറിയോ? അളത്തത്തിലും തൂക്കത്തിലൊക്കെ കൃത്രിമം നടത്തുന്ന ആളുകൾ എന്നാണ് മുഅ്മിനീങ്ങളായി. മുത്തഫിഫീൻ സൂറത്ത് നബവിൻ്റെ തൊട്ടടുത്തുള്ള സൂറത്താണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ, തൂക്കത്തിലും അളത്തത്തിലും കൃത്രിമം കാട്ടുന്ന കച്ചവടക്കാർക്ക് നരകമാണ്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ നല്ല ഉഷാറായിട്ട് അളക്കും. വൈദാ കാലുഹും ഔ വസനുഹും, ആളുകൾക്ക് അങ്ങോട്ട് അളന്ന് കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ യുഹ്സിറൂൻ, ചുരുക്കും, കൃത്രിമം കാട്ടും. 1 കിലോ വാങ്ങിയോ പെരിയ പോയി തൂക്കി നോക്കിയാൽ 900 ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല നല്ല സാധനം ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കൊട്ടയിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയിട്ട് ആ മുകളിലത്തെ കണ്ടാണ് വാങ്ങും, എടുക്കലടിയെന്നാണ്. നമ്മൾ പോയി നോക്കുമ്പോൾ വാങ്ങിയ സാധനം എല്ലാം തോന്നിപ്പോ അല്ലേ? ഇങ്ങനത്തെ കച്ചവടക്കാരില്ലേ? നിങ്ങൾ കേട്ടില്ലേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഒരു യാത്രയിൽ ഒരു ആട്ടിടേനെ കണ്ടു. അപ്പോൾ ഉമർ ഫാറൂഖിന് തോന്നി അവൻ്റെ ഈമാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അവനോട് പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, ഭയങ്കര ഒരു ആടിനെ കൊണ്ടായിരുന്നു, വിശക്കനുണ്ട് എന്ന്. ഇയാൾ പറഞ്ഞത് ഇതിൻ്റെ ആടല്ല, ഞാൻ ഇതിൻ്റെ ഇടയനാണ്, ഉടമ വേറെയാണ്. ആയിക്കോട്ടെ കുട്ടിയതെന്ന് അറിയില്ല, ഈ വലിയ കൂട്ടത്തിൽ ഒരു ആട് പോയാലൊന്നും ആരും അറിയില്ല. അഥവാ അറിയണേ ചെന്നൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോലെ, അതൊക്കെ നടക്കണ കാര്യമല്ലേ? അപ്പോൾ ഈ ആട്ടിടയും പറയാണ് അള്ളാഹിനോട് എന്താ പറയുന്നത്. ആ അടിമയായിരുന്നു, ആ അടിമനെ വാങ്ങി മോചിപ്പിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു ആട്ടിടയനായ ഗ്രാമീണനായ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരാളിൽ പോലും നിന്നെക്കുറിച്ചുള്ള ഈമാൻ ഇത്ര അചഞ്ചലമാണല്ലോ റബ്ബേ, അൽഹംദുലില്ലാഹ്. ഉമർ ഫാറൂഖിൻ്റെ മനസ്സ് നിറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവൻ്റെ യജമാനനെ കണ്ടെത്തി പൈസ കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിച്ചു എന്നാണ്. ഇതൊക്കെ വേണം സ്വർഗത്തേക്ക് വേണമെങ്കിൽ. പിന്നെ ആട്ടിടയനോടൊക്കട്ടെ, അവിടെ പാല് വിറ്റ് ജീവിച്ചിരുന്ന കുടുംബത്തിൻ്റെ കഥ പ്രസിദ്ധമാണ്. നമ്മളെപ്പോഴും പറയണതാണ്, ഒന്നുകൂടി കേട്ടോളി മുഅ്മിനീങ്ങളെ. ഒരു തള്ളിയും മകളും ഒരു ഈ കന്നാലികളെ വളർത്തിയാണ്ട് പാല് വിറ്റ് ജീവിക്കണവരാണ്. തള്ളിയും മകളും ഒരു സംഭാഷണം ഉമർ ഫാറൂഖിന് കേൾക്കുകയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതൊക്കെ ചെയ്യും. പ്രജകളുടെ അവസ്ഥ അറിയാൻ വേണ്ടി ഇങ്ങനെ അന്വേഷണം നടക്കുമായിരുന്നു. അതിലാണ് ഈ കുടിയിൽ നിന്ന് ഈ സംസാരം കേൾക്കുന്നത്. തള്ള പറയാണ് മോളോട് കുറച്ച് വെള്ളം കൂട്ടിയാണ് കൊടുത്തള്ളാന്ന്. അപ്പം മകൾ പറയാ, ഖലീഫ അറിഞ്ഞാൽ പ്രശ്നമാവും. ഖലീഫ ഒന്നും അറിയില്ലടി, ഇവിടെ ഖലീഫ എന്നൊക്കെ ചോദിച്ചു തള്ള. മകൾ പറഞ്ഞ എന്താ അറിയോ? അള്ളാഹ് അറിയില്ലേ. ആ മകൾക്ക് നല്ലൊരു സമ്മാനം ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. എന്താണെന്നറിയോ ജയീർഷ? അറിയോ? അറിയില്ലല്ലോ. മകനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. ആയിക്കോട്ടെ, അറിയട്ടെ. നിങ്ങളിങ്ങനെ മൂത്ത് പോക്കുന്ന കേട്ടപ്പോൾ ഞാൻ കരുതുന്നു അറിയില്ല എന്നാണ് കരുതി. ആയിക്കോട്ടെ, അങ്ങനെ കൊടുത്തൊക്കൊന്നുമില്ല. പള്ളിയിലെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ പെൺകുട്ടിനെ കേട്ടു, ആ കുട്ടിക്കൊരു സമ്മാനം കൊടുക്കണം, എന്താ കൊടുക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ സഹസന്മാർ പറഞ്ഞു 1000 റുപ്യ കൊടുക്കാറ്, 1000 ദിർഹം കൊടുക്കാറ്. ഖലീഫ പറഞ്ഞു 1000 ദിർഹമൊന്നുമല്ല. മകനെ വിളിച്ചു, ആസിമിനെ. ആസിം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട്, നല്ല ദീനീയമായൊരു പെണ്ണാണ്, അതിൽ നിനക്ക് ദീനീയൊരു കുടുംബം ഉണ്ടാവും, അള്ളാഹ് തരുമെന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചെടുത്തു. ആ ആസിം എന്ന മകന് ആ പെണ്ണിൽ ഒരു പെൺകുട്ടി ഉണ്ടായി. അതിനെ അസീസ് കെട്ടി.
ആ അസീസിനുണ്ടായ മകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഉമർ രണ്ടാമൻ. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ചരിത്രം മാത്രം എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? പൊതുജനാവിലേക്കുള്ള ആപ്പിൾ വന്നീനല്ലോ. അപ്പം അതിനൊരു ആപ്പിളും മകനെടുത്തു. ആരെ മകൻ? ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഖലീഫിൻ്റെ മകനൊരു ആപ്പിൾ എടുത്തു. അതിൽ ആ ആപ്പിൾ കണ്ടപ്പോൾ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ ആരും കൊണ്ട് പിടിച്ചു കുറച്ച് വാങ്ങി. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെന്താക്കി? ഉമർ രണ്ടാമെന്നാണ് അറിയപ്പെടുക. അദ്ദേഹം ആ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ വാങ്ങി. കുട്ടി കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി. അതിൽ ഉമ്മ വന്നിട്ട് സങ്കടത്തോടു കൂടെ നിന്നു ഉമറിൻ്റെ അടുക്കൽ. അപ്പോൾ ഉമർ എന്ന് പറഞ്ഞെന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഇതാണ് കുട്ടിൻ്റെ കയ്യിൽ നിന്നേ ആപ്പിൾ വാങ്ങിയപ്പോൾ എനിക്കെൻ്റെ കരൾ പൊറിക്കണ അതേ വേദന ഉണ്ടായത്. അതിലാറെ എനിക്ക് വേദനയും സങ്കടവും ആ ആപ്പിളിൻ്റെ പേരിൽ ഞാനും കുടുംബം നാളെ നരകത്ത് പോണതാണ്. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സ്വർഗാവകാശികളായ ആളുകൾ പറയുന്നൊരു വാക്ക് സൂറത്ത് തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്ത് തൂർ. സ്വർഗത്തിൽ നമ്മൾ കടന്നാൽ ഈ രോഗിയും സ്നേഹക്കൊല്ലേ ഓരോരുത്തർ ഓരോ തോട്ടത്തിലിങ്ങനെ കണ്ണത്തോ ദൂരം വിശാലമായ ഓരോ ഉദ്യാനങ്ങളാണ് ഓരോരുത്തർക്ക്. അതിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയല്ല, ഈ ലോകിയ മുതുക്കലൊക്കെ ഉണ്ടാവും, കാണാൻ പോലൊക്കെ ഉണ്ടാവും. അള്ളാഹു പറയണ വാക്കബല ബാലഹും അലാ ബാലി യതസാഅലൂൻ. അവർ പരസ്പരം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി കാണാൻ വേണ്ടി പോവും. കാലു, അങ്ങനെ കാണുമ്പോൾ അവർ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ദുനിയാവിൽ ജീവിച്ചപ്പോൾ വളരെ പേടിയോടുകൂടെ ജീവിച്ചവരായിരുന്നു നമ്മൾ. ഫമന്നല്ലാഹു അലൈനാ. അങ്ങനെ അല്ലാഹു തആല നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ തന്നു. വഖാന അദാബസ്സമൂം. തീക്കാറ്റുണ്ടല്ലോ, രോമകുത്തിലൂടെ തുളച്ച് കരയുന്ന നരകത്തിൻ്റെ തീക്കാറ്റിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തു. കാരണം നമ്മൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ വളരെ പേടിയോടുകൂടി ആയിരുന്നു. ഹറാമും ഹലാലൊക്കെ പേടിച്ച് കണ്ട് നിങ്ങൾ ഒരു ആപ്പിളൊക്കെ കണ്ടാണ് നിങ്ങൾ. അതൊരു ആപ്പിളല്ലേ, കുട്ടിയല്ലേ എന്ന് കരുതിയോ? ഇല്ല. ആ ആപ്പിൾ കുട്ടീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയപ്പോൾ സ്വന്തം കരൾ പറിക്കണ വേദന അനുഭവിക്കുകയാണ് ഈ നരകം പേടിച്ചിട്ട്. അതുകൊണ്ട് സ്വർഗത്തിലെത്തിയാൽ ഇങ്ങനെ പറയും, ഉമർ ബിൻ അബ്ദുൽ അസീസൊക്കെ ഇങ്ങനെ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ദുനിയാവിൽ ജീവിച്ചപ്പോൾ വളരെ പേടിയോടുകൂടെയായിരുന്നു നമ്മൾ ജീവിച്ചത്. കുടുംബസമേതം ആ പ്രയോഗത്തിന് വലിയ പ്രസക്തി ഉണ്ട്. കുടുംബസമേതം ഇവിടെ എന്താ പറഞ്ഞല്ലോ? ഇതിൻ്റെ മുമ്പ് പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നമ്മളെപ്പോഴും ചർച്ചയുടെ ഒരു ആയത്താണ്. എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇന്നൽ മുത്തക്കീങ്ങളാണ് സൂക്ഷ്മതയുള്ള ഭക്തന്മാർ. ഫീ ജന്നാത്തിൻ വഉയൂൻ. സ്വർഗീയ ആരാമങ്ങളിലും അനുഗ്രഹങ്ങളിലുമാണ്. ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും. റബ്ബ് നൽകിയ സൗഭാഗ്യങ്ങൾ അവർ ആസ്വദിച്ചവരായ നിലയിൽ. വഖാഹും റബ്ബുഹും അദാബുൽ ജഹീം. നരകശിക്ഷ റബ്ബ് അവർക്ക് കാക്കും. കുലു വഷ്റബു. നിങ്ങൾ കുടിക്കുക, ഭുജിക്കുക എന്നവരോട് അരുളപ്പെടും. ഹനിയം ബിമാ കുന്തും തഅമലൂൻ. ദുനിയാവിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് പകരം ഇഷ്ടം പോലെ സുലഭമായി ദുർലോഭമായി കുടിക്കുക, ഭുജിക്കുക എന്ന്. മുത്തക്കിഈന അലാ സുററിൻ മസ്ഫൂഫ. അണിയായി നിരത്തി വെക്കപ്പെട്ട കട്ടിലുകളിൽ അവരിങ്ങനെ ചാരിയിരിക്കും. വസവ്വജ്നാഹും ബിഹൂരിൻ. ഹൂറികളെ നാം അവർക്കുള്ള ഇണകളാക്കി നൽകുകയും ചെയ്യും. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാൻ. വിശ്വസിക്കുകയും കുടുംബങ്ങളും മക്കളൊക്കെ വിശ്വാസത്തിൽ മാതാപിതാക്കളോട് പിന്തുടരുകയും ചെയ്ത മുഅ്മിനീങ്ങൾ. അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും. ആ മക്കളൊക്കെ സ്വർഗത്തിൽ അവരോട് നാം ചേർത്തി കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? ഉമ്മയും ബാപ്പയും മുഅ്മിനാണ്, മക്കളും മുഅ്മിനാണ്. ഉമ്മയും ബാപ്പയും സ്വർഗത്തിലെത്തി, മക്കളും സ്വർഗത്തിലെത്തി. ഉമ്മയും ബാപ്പയും ഭയങ്കര മുത്തക്കിങ്ങളായിട്ട് ടോപ്പിലാണുള്ളത്. ടോപ്പ് പറഞ്ഞാൽ ആകാശത്തുള്ള നക്ഷത്രങ്ങളിങ്ങനെ നോക്കണമാർക്കാണ് ഭയങ്കര പദവിയിലുള്ളവരോ താഴെ പദവിയിലുള്ളവർ നോക്കുക. അങ്ങനെയാണ് ഓരോ ദർജകൾ. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങൾ നോക്കും പോലെ വലിയ ഉറുഫാത്തിലും മണിമാളികകളിലുള്ള ആളുകളെ താഴെ തട്ടിലുള്ള അങ്ങനെ നോക്കുക. അപ്പോൾ വാപ്പ ഭയങ്കര പദവിയിലാണ്, മകൻ അത്ര തന്നെ ചെയ്തിട്ടില്ല. സ്വർഗത്തിലാണ് കഷ്ടിച്ച് കിടന്നിട്ടുള്ളൂ, അവനടിയിലുള്ളത്. എന്നാൽ അല്ലാഹു തആല എന്താ ചെയ്യുന്നറിയും? മകൻ ഒരു തുടിയിലും ബാപ്പ ഒരു തുടിയിലും വേണ്ടാവും. രണ്ടു ഒരു തുടി തന്നെ ആയിക്കോട്ടെ. എനിക്ക് എന്താ കാട്ടണേ? ബാപ്പാനെ കണ്ട് ഇറക്കി കൊണ്ടുവരേ അടിക്ക്. മക്കൾ മോൾക്കണ്ട് കയറ്റി കൊടുക്കും. ചിലപ്പോൾ മക്കളാണ് ഈ കാരം. മക്കൾ ഉഷാറായി, ബാപ്പ ഒരു നാടൻ അങ്ങനെ അങ്ങ് പോയി, മകൻ വളരെ ഉഷാറായി, വലിയ ടോപ്പിലെത്തി. അപ്പോഴും ഇതുതന്നെയാണ് സംഭവം. ഇത് അല്ലാഹു തആലയുടെ വല്ലാത്തൊരു ഔദാര്യമാണ്. കുടുംബമൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ ആവട്ടെ സ്വർഗത്തിൽ എന്നുള്ളതാണ്. നമ്മളതിനൊക്കെ വേണ്ടി ദ്വാരക്കണം അല്ലാഹുവിനോട്. നമുക്ക് വേണ്ടി അർശിൻ്റെ വാഹകരായ മലക്കൾ ഇത് വരക്കേണ്ടതെന്നാണ്. അത് കേൾപ്പിച്ചു തരണോ? അത് സൂറത്ത് ഗാഫിറിലാണ്.
സ്വർഗത്തിൻ്റെ വാഹകരായ മലക്കുകളുടെ ഒരു ദ്വയ പറയുന്നുണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം. ഇങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾ തരുന്നോളി, ഇല്ലെങ്കിൽ നിങ്ങൾ തുറക്കണ്ട. അല്ലദീന യഹ്മിലൂനൽ അർഷ, അർഷിൻ്റെ വാഹകരായ മലായിക്കത്തീങ്ങൾ, ഒമൻ ഹാലു, അതിൻ്റെ ചുറ്റുള്ളവർ, വലിയ മലക്കളെ കൂട്ടുന്ന ഏറ്റവും ടോപ്പ് മലക്കളത്. അവരൊക്കെ യുസബ്ബിഹു നബി അന്തു റബ്ബിയും, റബ്ബിനെ സ്തുതിക്കലോടുകൂടെ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി അങ്ങനെ. വയുമിനൂന ബി വയസ്തഗ്ഫിറൂന, ആ മലക്കുകൾ പൊറുക്കലിന് തേടുന്നു ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. പടച്ചവനെ പുറത്തു കൊടുക്കണേന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി. പിന്നെ ഒരു റബ്ബനാ വസീത കുല്ല ഷൈഇൻ റഹ്മത്തൻ വ ഇൽമാ, നിൻ്റെ കാരുണ്യവും ജ്ഞാനവും എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണല്ലോ. ഫഗ്ഫിർ ലില്ലദീന താബു, പശ്ചാത്തപിച്ചവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. വത്തബഉ സബീലക, നിന്റെ സരണിയെ പിന്തുടരുകയും പശ്ചാത്തപിക്കുകയും ചെയ്തവരാരോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ. വഖീം അദാബൽ ജഹീം, നീ നരകശിച്ചവർക്ക് കാക്കണമേന്ന്. നമുക്ക് വേണ്ടി ആരാ തീർക്കണറിയോ? തൗബീദർക്കും വേണ്ടി അർഷിൻ്റെ ഭാഗരായ മലക്കുകൾ, ഞാനും വലിയ മലക്കുകളാരാണ്. റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, മലക്കൾ തീർക്കണേ, ചെറിയ പോ. റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, വഅദ്ഖിൽഹും, നീ അവരെ പ്രവേശിപ്പിക്കണമേ, ജന്നാത്തി അദിനിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗീയ ആരാമങ്ങളിൽ, അല്ലത്തി വഅദ്തഹും, നീ അവർക്ക് വഅദ ചെയ്ത, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും സ്വാലിഹീങ്ങളായ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ. ഒരൊറ്റക്ക് പോരാ, മക്കളും വേണം, മാതാപിതാക്കളും വേണം, ഇണകളൊക്കെ. അസ്വാജ് പണ്ട് ഏതൊരു മൂപ്പൻ ചോദിച്ചു തന്നെ കുഞ്ഞാജി, ഈ ഘട്ടകാലം തന്നെയാണ് അവിടെ നിന്ന്. ഈ ഘട്ടകാലം തന്നെ അവിടെ. കുഞ്ഞാജിൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ ചോദിച്ചത്. അപ്പം ഞാൻ പല ക്ലാസ്സിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഘട്ടകാലം തന്നെയാണ് ഞാൻ അവിടെ ഉണ്ടാകുക. മലക്കൾ തിരക്കാണ്, ഇവൻ്റെ ഭാര്യനെയും ഇവൻ്റെ മക്കളെയും ഇവനൊക്കെ പടച്ചവനെ, ബാപ്പാനെയും ഉമ്മാനെയൊക്കെ എല്ലാവരെയും കണ്ടങ്ങൾ കുടുംബ സംഗമം സാക്ഷാൽ സ്വർഗത്തിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അർഷിൻ്റെ ഭാഗം ഇങ്ങനെ തീർക്കുക. പിന്നെന്താ നമുക്ക് വരുന്നൂടെ? ഇങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയണത് സൂറത്ത് തൂറിലായത്താണ്. നല്ല മോമിനിയങ്ങൾ അവരുടെ മക്കൾ വിശ്വാസത്തിൽ മാതാപിതാക്കളോട് പിന്തുടർന്നാൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, മക്കളെ നാം അവരോട് ചേർത്തി കൊടുക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ, എന്നാൽ അവരുടെ കർമ്മം ഒട്ടും നാം ചുരുക്കില്ല. ഈ മക്കളെ അങ്ങോട്ട് കയറ്റി കൊടുത്തു എന്നതുകൊണ്ട് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചുരുക്കമുണ്ടോ? ഇല്ല. കുല്ലും റിഇം ബിമാ കസബ റഹീൻ, ഓരോ ആളുകളും അവൻ സ്വയം ചെയ്തതിന് പകരം പണയമാണ്. എന്ന് വെച്ചാൽ ഉമ്മയും ബാപ്പയും ചെയ്തിച്ചിട്ടൊക്കെ സ്വർഗത്ത് പോകാനൊന്നും പറ്റില്ല. സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് അവനന്ദനം വാങ്ങണം. അങ്ങനെ സ്വർഗത്തിൽ കണ്ട് തട്ടിമുട്ടി എത്തിക്കഴിഞ്ഞാൽ എടുക്കും പോവാം. അതാണ് പറയുന്നത്. അല്ല അമ്മയും ബാപ്പയും വലിയ സൂഫിയാക്കളാണ് വെച്ചിട്ട് ഒരു സ്വർഗത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ തമ്മാടി അയക്കുന്ന മാനൊന്നും കൊണ്ട് പോകില്ല. കുല്ലും ബിമാ കസബ റഹീൻ, ഓരോ ആളുകളും സ്വന്തം കർമ്മത്തിന് പകരം പണയമാണ്. പണയൊക്കെ അവനെ തന്നെ മോചിപ്പിക്കണം. അമൽ ചെയ്തിട്ട് സ്വന്തം തടീൻ്റെ പണയൊക്കെ മോചിപ്പിച്ച് സ്വർഗത്തേക്ക് പോകാനുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടാക്കണം. ഇങ്ങോട്ട് കേട്ടോളി. വ അംദദ്നാഹും, അവർക്ക് നാം നൽകും ബിഫാക്കിയത്തിൻ, നല്ല ഫ്രൂട്ട്സുകൾ, വല്ലഹ്മി മിമ്മാ യശ്തഊൻ, ആശിക്കുന്ന മാംസ്യങ്ങൾ. ആടെന്ന് പറഞ്ഞിട്ടില്ല, കാടാന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണോ കൊതിക്കണത് അതാണ്. എന്താണ് കൊതിക്കണെന്ന് വെച്ചെങ്കിൽ അത് പക്ഷിമാംസം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സ്വർഗത്തിൽ. ഇവിടെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് മാംസം ഏതാണ്? പക്ഷിയാണോ, കാടയാണോ, ആടാണോ, മീനാണോ? ഒക്കെ ആപേക്ഷിക്കാണില്ലേ, ഓരോ ആളുകൾക്ക് ഓരോന്നാണ്. ഇൻ്റോടുള്ളവർക്കൊന്നും ആട് വലിയ ഇഷ്ടമല്ല. പോത്താണ്. കുട്ടികൾക്കൊക്കെ കോഴിയാണ് ഇഷ്ടം. അത് ഇറച്ചിക്കോയി. ലഘുവാനാണെങ്കിൽ പിന്നെ നമുക്ക് സമ്മതിക്കാം അല്ലേ? കുട്ടികൾക്കും മുണ്ടകൾക്കൊക്കെ ഇറച്ചിക്കോയാണ്. ലഘുവാനൊന്നും പറ്റില്ലല്ലോ. മുട്ടക്കോയി, ആ മുട്ടക്കോയി എന്ത് ടേസ്റ്റാണ്, അത് ഈ കുട്ടിക്ക് പറ്റില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അതുകൊണ്ട് അല്ല പറയണേ, എന്താതൊക്കെ ശൈലി നോക്കിയാണ് നിങ്ങൾ. ലഹമി മിമ്മാ യശ്തഊൻ, എന്താണോ കൊതിക്കണതും പൂതി വെക്കണതും ആ ജാതി മാംസ്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കും. പിന്നെ പറയുകയാണ് യതനാസൗന ഫിയാ കഅ്സൻ, കള്ളിൻ്റെ ചഷകങ്ങൾ മത്സരിച്ച് കുടിക്കും. കള്ളുടിച്ചവനാൽ അങ്ങനെയാണല്ലോ, മത്സരിച്ചാണല്ലോ കുടിച്ചല്ലോ കള്ള ഷോപ്പിൽ. അതിൻ്റെ തഫ്സീൽ പറഞ്ഞാൽ ഞാൻ കണ്ടതാണ്. അല്ല നമുക്കുള്ള സർവ് നോക്കിയിട്ടല്ല, അത് മത്സരിച്ച് കുടിച്ചാലാണ്. അത് അവിടെ ചെന്നാലോ അങ്ങനെ തന്നെയാണല്ലോ, മത്സരിച്ച് കുടിക്കുന്നു. യതനാസഊന ഫിയാ കഅ്സൻ ലാ ലഗ്വും ഫീഹാ വലാ തഅ്സീം, ആ കള്ള് കുടിച്ചാൽ അതിൽ കുറ്റപ്പെടുത്തലും ആക്ഷേപിക്കലൊന്നും ഉണ്ടാവില്ല, ലഹരി ഉണ്ടാവില്ല. വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും, അവരുടെ പരിചരണത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കിയ ചെറിയ ചെറിയ ഭൃത്യന്മാർ, ബാലന്മാർ അവർക്ക് മേൽ ചുറ്റി നടക്കും. യതൂഫു, തവാഫ് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ വേണ്ടത്, ഇങ്ങനെ എടുത്തു കൊടുക്കാനേ, പരിചാരകരായിട്ടേ.
ഈ ഹോട്ടലിലൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന ചെക്കന്മാർക്ക് എന്താ പറയുക പോയാകുമ്പോൾ എന്ത് കുട്ടികൾ സപ്ലൈ അതന്നെ അതാണ് നല്ല നല്ല പറച്ചിലൊക്കെ പറയുന്നുണ്ട് അതേ വെയിറ്റ് ഓലിങ്ങനെ ചിറ്റി നടക്കുകയാണ് കഅന്നഹും ലുഉലുഉൻ മക്നൂൻ ചിപ്പികളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട മുത്തുകളെ പോലെ അഴകുറ്റവർ ആര് അവരാ കുട്ടികൾ. പിന്നെ ഇവരെ സ്വർഗ്ഗവിനെ പറയാനുമില്ലായിരുന്നു ഈ നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ ഈ നമ്മളൊന്നും ആവില്ല മുഅ്മിനീങ്ങളെ. നമ്മളെ ഭാര്യമാരും ഈ കാണുന്ന ഭാര്യയൊന്നും ആവില്ല. ഊരികളെക്കാട്ടിലൊക്കെ എത്ര ടോപ്പിലേ ഹൂറിനെങ്ങനെ നോക്കിയാൽ നോക്കണവൻ്റെ മുഖമൊക്കെ അവളെ കവിളിൽ ഇങ്ങോട്ട് തെളിഞ്ഞു കാണുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹൂറിൻ്റെ ഒരു പല്ല് ദുന്യാവിലേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ സൂര്യൻ നിഷ്പ്രഭമായി പോകും. സൂര്യൻ ഉദിച്ചാൽ ചന്ദ്രൻ പോകും പോലെ എന്നാണ് റസൂൽ പറഞ്ഞത്. സൂര്യൻ ഉദിച്ചാൽ ചന്ദ്രന് വല്ല പ്രസക്തി ഉണ്ടോ? അങ്ങനെയാണ് ഒരു ഹൂറിയുടെ ഒരു പല്ല് ദുന്യാവിലേക്ക് പ്രത്യക്ഷപ്പെട്ട ഈ സൂര്യനൊന്നും പിന്നെ ഒരു പ്രസക്തി അത്രയും തിളക്കമാണ്. ആര്? ഹൂറി. നമ്മളീ ദുനിയാവത്തെ പെണ്ണുങ്ങളോ പടച്ചോനെ അതിൻ്റെ എത്രയോ മേലെയാണ്. ചോദിച്ചു ആയിഷ പിന്നെ ചോദിച്ചെന്ന് തോന്നുന്നുണ്ട്, നബിയെ ഹൂറികളാണോ ദുനിയാവത്തെ പെണ്ണുങ്ങളാണോ ഏറ്റവും ടോപ്പ്? ദുനിയാവിലെ പെണ്ണുങ്ങളാണോ റസൂലുള്ള? അപ്പോൾ ആയിഷ പിന്നെ പറഞ്ഞു ഇവിടെ നിസ്കാരവും തറാവിയും ഒക്കെ കഴിഞ്ഞ് ഇതുകൊണ്ട് ആണയിക്കാറില്ലേ എന്ന്. അതുകൊണ്ട് തന്നെ ഹൂറികളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹു തആല അങ്ങനെ സവിശേഷം അവരെ സൃഷ്ടിച്ചതാണ്. ദുനിയാവിലെ പെണ്ണുങ്ങൾ എത്രമാനം വലിയടങ്ങാറായിട്ടാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് വളരെ ഇതാണ്. അവർക്കൊരു പുറത്തിറങ്ങണമെങ്കിൽ തന്നെ അവറത്ത് മറക്കാതെ എത്ര പണി ഞങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ശരിക്ക് അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ശരിക്കും മുഖടക്കം മറക്കണം എന്നാണ് നമുക്ക് ഖുർആനിലൊക്കെ കാണാൻ കഴിയുന്നത്. പുറത്തിറങ്ങണമെങ്കിലേ നമുക്കെത്താ ഇൻസൈഡോ ടീഷർട്ടോ. ഇപ്പോൾ ടീഷർട്ടും പിന്നെ ജീൻസൊക്കെ ഓലും ഇടുന്നുണ്ട് പെണ്ണുങ്ങൾ. ഇപ്പോൾ ഓലത് അതിനും തോന്നുന്നുണ്ട് ഇപ്പോൾ ഒക്കെ. ഇപ്പം അതിന് ഞങ്ങളൊക്കെ ഓതുന്നെന്ന് ആണുങ്ങളെ വേഷം പെണ്ണുങ്ങൾ ധരിച്ചാൽ പ്രശ്നമാണ്. അത് ഭയങ്കര ഹറാമാണ്. ഹറാമാണ്. ഇപ്പോൾ അത് ജീൻസ് ഇപ്പോൾ നമ്മളിതാന്ന് പറയാൻ പറ്റാത്തവർക്ക് എത്തിനപ്പോൾ അല്ലേ അത്ര പോലാണ് ഇപ്പോൾ ജീൻസൊക്കെ ഇടുന്നത്. ഓരെ പറ്റിയല്ല ഞാനീ പറയുന്നത്. അതാണ് പേടിയുള്ള ചില പെണ്ണുങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. മൂക്കൊക്കെ മറിച്ച് കോളേജിൽ പോകണവരുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ ചോക്കെ കെട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞൊരു പറച്ചിൽ അങ്ങനെ അല്ലേ. എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഊറികളൊക്കെ എത്രയോ മേലെയാണ് ആര്? ദുനിയാവത്തെ പെണ്ണുങ്ങൾ. പിന്നെ ഇവിടുത്തെ ഈ സ്വഭാവം ഒന്നും അവിടെ ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്കേ. അതുകൊണ്ട് ഇതേ പെണ്ണിനെ തന്നെ ദുനിയാവിൽ കിട്ടാൻ വേണ്ടി ഇത് വരുന്നുള്ളൂ. ഈ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ അവിടെ അങ്ങനെ കുടുംബസമേതം ഒരാളും മിസ്സാവാതെ അതാണ് ദ്വാ. അതിനാണിപ്പം നമുക്ക് വേണ്ടി ആര് ദ്വാരക്കണത്? അർശന വഹിക്കണ മലക്കളൊക്കെ ദ്വാരക്കണതിനും വേണ്ടിയാണ്. നീ കേട്ടോളി. وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم ويطوف عليهم غلمان لهم. അവർക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം ഒരുക്കിയ ഗിൽമാനുകൾ, ഭൃത്യന്മാർ, സ്വർഗീയ ബാലന്മാർ അവർക്കുമേൽ ചുറ്റി നടക്കും. കഅന്നഹും ലുഉലുഉം മക്നൂൻ ചിപ്പികളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെ അഴകുറ്റവർ. ഈ മുത്തിങ്ങനെ ചിപ്പി തന്നെ സൂക്ഷിക്കണമെങ്കിൽ ഭയങ്കര തിളക്കമുണ്ടാവും എന്നുള്ളതാണ്. വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ലിൻ യതസാഅലൂൻ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സന്ദർശിക്കാനും കുശലാന്വേഷണങ്ങൾ നടത്താനൊക്കെ പോവും സ്വർഗത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. ആ സമയത്തെ കാലം ഒരു പറയും നമുക്ക് കണ്ടുമുട്ടും. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ അത്രയുമാകാം. അപ്പോൾ നമ്മളുള്ള സ്വർഗം കണ്ടുമുട്ടുക. അപ്പോൾ നമ്മൾ പറയണേ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ആഗ്രഹിക്കുക. നമ്മളെന്താ പറയുന്നറിയോ? ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ദുനിയാവിൽ കുടുംബസമേതം ജീവിച്ചപ്പോൾ നമ്മൾ വലിയ പേടിയോടുകൂടെയാണ് ജീവിച്ചത്. ആ കച്ചവടം പറ്റുമോ? ആ സിഗരറ്റ് വിൽക്കാൻ പറ്റുമോ? കച്ചവടം നിർത്തണോ? ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ചായ കച്ചവടം നടക്കണേ സിഗരറ്റും വെക്കണം. സിഗരറ്റ് വിൽക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ കച്ചവടം നിർത്തണോ? ഈ നോമ്പിൻ്റെ തലേന്ന് നിന്നോടുണ്ടായ ചോദ്യം അതാണ്. ഇവർക്കൊക്കെ പറഞ്ഞൂടെ ഞങ്ങൾ എന്തോ ഒരു പേടിയോട് കൂടെയാണ്. ആ കച്ചവടം പറ്റുമോ? ഈ കച്ചവടം, ഈ വരുമാനം പറ്റുമോ? അല്ലേ? അവിടെയൊക്കെ പേടിയുണ്ട്. എടാ മനുഷ്യ, റബ്ബിനെ നീ കണ്ടുമുട്ടിന് ചെയ്യും. ഫഅമ്മാമന്നൂതിയ കിതാബഹു ബിയമീനി ആ കണ്ടുമുട്ടുമ്പോൾ വലത്തെ കയ്യിൽ ആർക്കെങ്കിലും കിതാബ് കിട്ടിയാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസിറ ലഘുവായൊരു വിചാരണ ഉണ്ടാകും. തുമ്മ യൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ എന്നിട്ട് സന്തുഷ്ടനായി തൻ്റെ കുടുംബത്തിലേക്ക് അവൻ തിരിച്ചു പോകും. വലത്തെ കയ്യിൽ കിതാബും കിട്ടി വളരെ സന്തോഷമുള്ള കുടുംബത്തിൽ. ഏതാ കുടുംബം? പെണ്ണുങ്ങളും കുട്ടികളൊക്കെ എല്ലാവരും സുഖത്തിലാണെങ്കിലേ. അമ്മാമന്നൂതിയ കിതാബോ വറാഅദഹരി പുറകിലൂടെ കിതാബ് കിട്ടുന്ന ആളുകൾ ഫസൗഫ യദൂ സുബുറ അവൻ ഞാനൊന്നും മരിച്ചെങ്കിൽ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കും. സയസ്ലാ സൈറ മരിക്കുന്നില്ല, നരകത്തിൽ കിടന്ന് കരിയും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ അവൻ ദുനിയാവിൽ വളരെ സംതൃപ്തനായി ജീവിച്ചവനായിരുന്നു. ഹറാമുല്ല, ഹലാലുല്ല, ദീനുല്ല, ഒന്നുമില്ലാതെ
ബെല്ലും ബ്രേക്കില്ലാതെ ജീവിച്ചവനായിരുന്നു. ഇന്നഹു വന്ന അല്ലം യഹൂറ, അള്ളാഹുവിലേക്കൊരു മടക്കമില്ല എന്നായിരുന്നു അവൻ്റെ വിചാരം. ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, എങ്ങനെയാണ് റബ്ബിലേക്ക് മടങ്ങാതിരിക്കുക? റബ്ബ് സദാ അവനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് പറഞ്ഞാൽ ഒരു 1000 പറഞ്ഞാലൊന്നും പോരാ. ഹമീദിൻ്റെ സരണി ഇതാണ്. നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ ഓനും പിന്നെ സ്വർഗപ്രവേശിച്ചിട്ടൊരു മരണത്തിൻ്റെ തടസ്സം മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുൽ 5 വക്തിലും ഒരാൾ നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ സ്വർഗത്തിൽ കിടക്കാൻ ഒരൊറ്റ തടസ്സം മാത്രമേ ഉള്ളൂ. എന്ത്? മരണം. മരിച്ചാൽ സ്വർഗത്തിൽ കാണും അല്ലേ? അവിടെയൊക്കെ അത്തരം വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലുക, അന്ന് പകല് മരിച്ചാൽ സ്വർഗമുണ്ട്. വൈകുന്നേരം ചൊല്ലിയിട്ട് അന്ന് രാത്രി മരിച്ചാലും സ്വർഗമുണ്ട്. ഞാൻ പറയാൻ നിൽക്കരുത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വനഅബ്ദുക വനഅലാ അഹദിക വഅഹദിക മസ്തത. ഇതൊക്കെ പറഞ്ഞു. സക്കാത്ത് കൊടുത്തിട്ടില്ല, രക്ഷപ്പെടുമോ? അല്ലെങ്കിൽ തൂക്കത്തിലും അളത്തത്തിലും കൃത്രിമം കാട്ടി അത് നരകത്തിക്കാന്ന് അള്ളാഹ് പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് റൂമിൽ നിന്ന് മറ്റവൻ്റെ കായ് കെട്ടു, ഓന് പിരാന്തായി. ആർക്ക്? ഞാൻ പറഞ്ഞില്ലേ, ജദീറില്ല ഉണ്ടായ സംഭവമാണ് പറയണത്. ഒരു ജ്യേഷ്ഠൻ അഞ്ചനെ പറ്റിനോട് പറയാണ്, അവനിപ്പോൾ സുഖമല്ല, അവൻ്റെ പെണ്ണുങ്ങളൊക്കെ അവനെ ഒഴിവാക്കി പോയി. എന്താ കാരണം? ഗൾഫിൽ നിന്ന് ഓൻ ഉണ്ടാക്കിയ പൈസ ഒക്കെ പാടെ എടുത്തെടുത്ത് പോയി. അതോടെ അവന് താളം തെറ്റി. ഓൻ താളം തെറ്റിക്കൊണ്ട് അങ്ങോട്ട് വന്ന് അതോടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവനെ ഒഴിവാക്കി പോയി. എന്നോട് ജ്യേഷ്ഠൻ പറഞ്ഞ സങ്കടമാണ്. ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ആ ക്രൂരത ചെയ്ത ഓന് 5 വക്തിലും ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കഴിച്ചിടാൻ പറ്റും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ അതാണ്. പിന്നെ നോമ്പിനെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് നോമ്പ് പിന്നെ 2 സന്തോഷമാണ് നോമ്പൊക്കെ. അള്ളാനെ കണ്ടുമുട്ടുമ്പം സ്വർഗമല്ല, സ്വർഗത്തിലെ ഏറ്റവും ടോപ്പ് ആനന്ദം അള്ളാനെ കണ്ടുമുട്ടലാണ്. നോമ്പിന് സ്വർഗമുണ്ട് എന്നല്ല, അള്ളാനെ കണ്ടുമുട്ടലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ നോമ്പായിരിക്കണം. ഹജ്ജിനെ പറ്റി പറഞ്ഞു, ഹജ്ജുൻ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്തൊരു പ്രതിഫലം തന്നെ അതിനില്ല. നിസ്കാരം പിന്നെ പറയും വേണ്ട, ഒളു ചെയ്തുകൊണ്ട് ആ ദിക്ർ ചൊല്ലിയത് തന്നെ ഫുതിയത്തു ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടം ഓനോട് തുറക്കപ്പെടും. ഏതാ ദിക്ർ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുർ റസൂലുഹു എല്ലിയാ മതി. ഫുതിയത്തു ലഹു അബ്വാബുൽ, ഒതുർത്താൽ മതി, നിസ്കരിച്ചണ്ടേ. 8 കവാടം ഉദ്ദേശ കവാടത്തിലൂടെ എനിക്ക് പോവുകയും ചെയ്യാം. ഈ പറ്റിച്ചലും തട്ടിപ്പും പരിപാടിയും ഒക്കെ നടത്തിയാണ്ട് ആ ഒരു ദിക്ർ മാത്രം ചെല്ലിയ കഴിച്ചലോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഇത് കണ്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പറയാണ്. ഇതൊന്നും വെറുതെ അല്ല, നമ്മൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ കുറച്ച് പേടിച്ചാ ജീവിച്ചിരുന്നത് ഇവര് പറയണേ. അള്ളാഹ് പറയണ് ഇന്നഹാദാ കാന ലക്കും ജസാ, ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വകാന സയ്യുക്കും മഷ്കൂറ, നിങ്ങളുടെ കർമ്മങ്ങൾ ഈ നിലക്കുള്ള പ്രതിഫലം അർഹിക്കുന്നതായിരുന്നു എന്ന്. ആ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വലിയ ചർച്ചയാണ്, അത് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. സ്വർഗത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസരം ഉണ്ടാവും, പറയാം, ബാക്കിയൊക്കെ പറയാം. 1-2 മസൂടും പറയാം. തയമ്മത്തിനെ സംബന്ധിച്ച് നമ്മൾ തയമ്മം ചെയ്യുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചല്ലോ, അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. തയമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്? പിന്നെ മുഖത്തും കയ്യുമ്മലും 2 അടി കൊണ്ട് ഇങ്ങനെ തടവണ നടത്താനും പറഞ്ഞു അല്ലേ? 2 അടിയാണ്. ആ 2 അടി കൊണ്ട് എന്തൊക്കെയാ തടവുക. ഈ തയമ്മത്തിൻ്റെ സബബുകൾ നല്ലോണം കേട്ടോളി, അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്? ഇന്നമ തയമ്മുൽ അജ്സി അനിൽ മായി, വെള്ളത്തെ തൊട്ട് അജ്സ് ഉണ്ടാകുമ്പോൾ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാതാവാൻ പല കാരണം. ഒന്ന് ഫഖദുൽ മായി, വെള്ളമില്ല. അതിപ്പോൾ സാധാരണഗതിയിൽ നാട്ടിലൊന്നും നിൽക്കുമ്പോൾ ഉണ്ടാവില്ല, യാത്രയിലൊക്കെയാണ് ഉണ്ടാകുക, വെള്ളമില്ല. അപ്പോൾ തയമ്മം ചെയ്യാം. ഇനി പറയണത് എന്താ വെച്ചാൽ വെള്ളമുണ്ട്, പക്ഷേ അൽ ഇഹ്തിയാജു ഇലൈഹി അത്യാവശ്യം മുഹത്തറമീൻ, ഒരു മുഹത്തറമായ ജീവൻ്റെ ദാഹം തീർക്കാനും വെള്ളം വേണം, ഒതുർക്കാനും വെള്ളം, രണ്ടും പാട് തയ്യില്ല. അപ്പോൾ ആ ജീവൻ്റെ ദാഹം തീർക്കാനാണ് ആ വെള്ളം എടുക്കേണ്ടത്. തയമ്മം ചെയ്താൽ മതി. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, തയമ്മം ചെയ്താൽ മതി. മുഹത്തറമായ ജീവൻ ഒരു കെൽവൻ, നായാണെങ്കിലും ശരി. നായ, നമുക്ക് നായാട്ടിന് പോകാനുള്ള നായ, ഈ കൃഷി കാക്കാനുള്ള നായ, മുതൽ കാക്കാനുള്ള നായ, അതൊക്കെ മുഹത്തറമായ നായയാണ്. അതിന് കൊല്ലണമെന്നില്ല, കൊല്ലൽ സുന്നത്തില്ല. ആളുകൾക്ക് ഉപദ്രവമായിട്ട് ഇവിടെ കടിച്ചിങ്ങനെ നടക്കണേ, കുട്ടികളെ മറസ്കോൻ അയക്കൂല, സുബൈക്ക് പള്ളിക്കോൻ അയക്കൂല, ആ അതിനൊക്കെ കൊന്നിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അതിനൊന്നും വെള്ളം കൊടുക്കാൻ വേണ്ടി തയമ്മം ചെയ്യാൻ പറ്റൂല, അതിനൊക്കെ കൊല്ലാൻ വേണ്ടി. ആ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ട് കൊല്ലണ്ട്. പറയണോ?
പറയണ്ടല്ലോ, പറയണോ? ചില മനുഷ്യന്മാരുണ്ട് കൊല്ലണ്ടേ, ഓൽക്ക് ദാഹം തീർക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പറ്റൂല, തേമം ചെയ്യാൻ പറ്റൂല. ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം? ഉതിർക്കണം. ഓടെ മരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ. അതാരാ? മുസ്ലിം തന്നെ. നിസ്കാരം അകാരണമായിട്ട് ഒഴിവാക്കിയുള്ളൂ. 8 മണിക്ക് സുബഹിസ്കരിച്ചവനാണ്. കേട്ടോ നിങ്ങൾ? 8 മണിക്കാണ് സുബഹിസ്കരിക്കുള്ളൂ. ഓനൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ തേമം ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അവനെ കൊല്ലാനുള്ളതാണേ യുക്കത്തലും കേട്ടില്ല. ഞാൻ എല്ലാ കിതാബിലും പറയുന്നുണ്ട് ആ ശിക്ഷ. നിസ്കാരം അകാരണമായിട്ട് കളാക്കുന്ന ആളെ പെരടിക്ക് വെട്ടിയിട്ട് കൊല്ലണം എന്നാണ്. അള്ളാഹുത്തആല ഇവിടെ സൃഷ്ടിച്ചത് അതിനും വേണ്ടിയാണ്. ഇതൊക്കെ അള്ളാഹുത്തആല ഒരുക്കി തന്നതും അതിനും വേണ്ടിയാണ്. ഓരോ സെക്കൻഡും അള്ളാഹുത്തആല കാത്തു രക്ഷിക്കുന്നതും ആ ഒരു സംഗതിക്ക് വേണ്ടിയാണ്. ഈ പോത്തിനെയും ഈ സൂര്യനും എല്ലാത്തിനും പഠിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ സൃഷ്ടിച്ചത് ആ നിസ്കാരം എന്നുള്ള ഇബാദത്തിന് വേണ്ടിയാണ്. അത് ചെയ്യാതെ ഈ മണ്ണും വെള്ളവും വായുന്നും അവനെ ഹലാലല്ല, അവനെ കൊല്ലണം എന്നാണ്. ഓടെ ദാഹിച്ച് എന്തേലും ആയിക്കോട്ടെ, ഈ വെള്ളം അവന് കൊടുക്കാൻ പാടില്ല, തേമം ചെയ്യാനും പാടില്ല. നായിക്കെന്താക്കാം? കൊടുക്കാം. അതന്നെ. എന്താ തോന്നണ നിങ്ങൾക്ക്? ഇയാളിത് പുതിയ കഥ പറയാൻ തോന്നുന്നുണ്ടോ? തോന്നണമെങ്കിൽ നല്ല വിശദീകരിച്ച് തരും. ഇപ്പോൾ ഈ കുറഞ്ഞ വിശദീകരണോടെ തന്നെ മനസ്സിലാവേണ്ട ഒരു കാര്യമില്ല. മൂന്നാമത്തെ കാര്യം, ഇതാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല, ഇനി പറഞ്ഞത് എപ്പോഴും ഉണ്ടാകുക. വെള്ളം ഇവിടെ ഉണ്ട്, പക്ഷേ ഹൗഫും മഹദൂരും മിൻ ഇസ്തിമാലി, വെള്ളം ഉപയോഗിച്ചാൽ ഇവൻ അതുകൊണ്ടൊരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്താ അപകടം? തലഫി നഫ്സിൻ, ആൾ മരിക്കും. അന്നൊരു സ്വഹാബിക്ക് തലക്ക് വലിയ മുറിവ് പറ്റി ചോര ഒലിച്ചു, അയാൾക്ക് ജനാബത്തുണ്ടായി. അപ്പോൾ അയാൾ എല്ലാവരോടും ചോദിച്ചു, എനിക്ക് തേമം ചെയ്താൽ മതിയോ എന്ന്. എല്ലാവരും പറഞ്ഞു പറ്റൂല, കുളിച്ച് തന്നെ വേണമെന്ന്. കുളിച്ചു അയാൾ മരിച്ചു. നബി പറഞ്ഞു നിങ്ങളയാളെ കൊന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താ ചോദിച്ചൂടെ? കേട്ടില്ലേ? തേമത്തിൻ്റെ അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത ഹദീസ് അതാണ് മിഷ്കാത്തിലൊക്കെ. റസൂലുള്ളാഹിന്റെ കാലത്തൊരു സ്വഹാബി യാത്ര പോയി, അയാൾക്ക് കല്ലോ തലക്ക് പറ്റി മുറിവായി, ചോര വന്നു. ചോര ഒലിച്ചിട്ട് വെച്ചാൽ അയാൾക്ക് ജനാബത്തുണ്ടായി രാത്രി. അപ്പോൾ എല്ലാവരും പാടെ അയാൾക്ക് 10 കൊടുത്ത് കുളിച്ചണം എന്ന് പറഞ്ഞു. കുളിച്ചു, ആൾ മരിച്ചു. അയാൾക്ക് കുളിക്കാൻ പറ്റിയ കണ്ടീഷൻ ആയിരുന്നില്ല. എന്നവർക്ക് ചിലപ്പോൾ നമുക്ക് കുളിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും, തൊട്ടം പാടില്ല ഉള്ളതെന്നൊക്കെ. അത്തരം ഘട്ടത്തിൽ വലിയ മുത്തൊക്കെ ആയതുകൊണ്ട് ഒതുർക്കാൻ നിൽക്കണ്ട, തേമം ചെയ്താൽ മതി. അപ്പോൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കുറ്റാണ്, ആത്മഹത്യ ചെയ്തതിന് തുല്യമായ കുറ്റമാണ് ആ ഒതു ചെയ്തത്. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ഒതുവിന് അവയവത്തിന് നഷ്ടം സംഭവിക്കും, കണ്ണ് പോവും. ഇപ്പോൾ ഒതുർത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കണം ഒരാഴ്ചക്ക് വെള്ളം തൊടാൻ പാടില്ല, മുഖം കഴിക്കാൻ പാടില്ല. അപ്പോൾ കഴിക്കരുത്, ഭയങ്കരമായ തെറ്റാണ്. അപ്പോൾ കഴുകിയിട്ട് ആ കണ്ണ് കളയുന്നത്. ഈ കണ്ണൊന്നും നമ്മളെ കണ്ണല്ല, നമുക്കതിന് അവകാശമില്ല. ആ കണ്ണ് കളയാനുള്ള അവകാശമില്ല, കണ്ണാർക്കെങ്കിലും കൊടുക്കാനുള്ള അവകാശം നമുക്കില്ല. മംഫത്തിഹി, അല്ലെങ്കിൽ കണ്ണ് പോകണില്ല, കണ്ണിന് ഉപയോഗം പോകും. ഒരു അവയവത്തിൻ്റെ ഉപയോഗം നഷ്ടപ്പെടും വെള്ളം ഉപയോഗിച്ചാൽ. അവയോടെ തന്നെ ഉണ്ടാവും. അത്തരം ഘട്ടത്തിലും തേമം ചെയ്യാണ് വേണ്ടത്. ഒതു ചെയ്യരുത്. അവ ഹദൂസി മറദിൻ, അല്ലെങ്കിൽ പുതിയ സൂക്കടുണ്ടാവും. വെള്ളം ഉപയോഗിച്ചാൽ സൂക്കടയൊക്കെ ഉണ്ടാവും. അവ ചെയ്യാത്തിൽ ഇല്ല, സൂക്കട് അധികമാവും. നിലവിൽ സൂക്കടുണ്ട്, വെള്ളം ഉപയോഗിച്ചാൽ അപ്പോഴും തേമം ചെയ്യണമുണ്ട്. അവ പുത്തിയും പൊറിയൻ, അല്ലെങ്കിൽ സൂക്കട് മാറൽ കുറച്ച് പിന്തും. സൂക്കടുണ്ട്, മാറും ചെയ്യും. ഒതുർത്താലും മാറും, തേമം ചെയ്താലും മാറും. ഒതുർത്താൽ 2 ആഴ്ച പിടിച്ചും, തേമം ചെയ്താൽ 2 ദിവസം കൊണ്ട് മാറും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തേമം ചെയ്യാൻ വേണ്ടത്. അതൊക്കെ ചിലവർ കുറച്ച് തെക്കുവ കൂടുതലുണ്ട്. ചിലവർക്ക് ഡോക്ടറോട് പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പോൾ ഒതുർക്കന്നെയാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും തെക്കുവല്ല, അതൊക്കെ വിവരക്കേടാണ്, ശുദ്ധ വിവരക്കേടാണ്. അതൊക്കെ അങ്ങനെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഒരു ഇബാദത്തും പറഞ്ഞിട്ടില്ല. ഹൗഷൈനിൻ ഫാഹിഷിൻ ഫി ഉളുവിൻ ലാഹിരിൻ, ഒരു പ്രത്യക്ഷമായ അവയവത്തിൽ, ഒരു തുറന്നു കാണുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു കഷ്ടത്തരമായ കല വരും വെള്ളം ഉപയോഗിച്ചാൽ. കല എവിടെയെങ്കിലും എടുക്കലോ ഒന്നുമല്ല, എല്ലായിടത്തും എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒരു കല വെള്ളം ഉപയോഗിച്ചാൽ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഏത് ഒഴിവാക്കാം? വെള്ളം ഉപയോഗിക്കൽ ഒഴിവാക്കിയിട്ട് തേമത്തിലേക്ക് നീങ്ങാം. ഇനിയും തേമത്തിൻ്റെ ചില കാര്യങ്ങൾ പറയാണ്ട് പിന്നെ പറയാം. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ ദുആ ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് മനരിച്ചാൽ ശരിയാകുമെന്നാണ് ചോദ്യം. എമ്പോഴും മതി, ഞാനൊക്കെ ടിഷ്യൂ പേപ്പറിൻ്റെ ആളാ, അത്രയും പറയും. ടിഷ്യൂ പേപ്പർ കൊണ്ട് കല്ലുകൊണ്ട് മനരിച്ച് അറിയില്ലേ? കല്ലുകൊണ്ട് മനരിക്കുക എന്ന് പറഞ്ഞിടത്ത് പറയുന്നത് കല്ല് പോലെ തന്നെയാണ് നജസ് വലിച്ചെടുക്കാൻ കപ്പാസിറ്റിയുള്ള ഏത് സാധനം കൊണ്ടും. എല്ല് പല്ല് ഒന്നും അല്ലാത്ത എന്തുകൊണ്ടും മനരിക്കുക. ആ മനരിക്കൽ എന്താവും? ശരിയാവും. കിട്ടുമ്പോൾ തന്നെ പറ്റുമെന്ന്. തേമത്തിനാണ് വെള്ളം ഇല്ലാഞ്ഞാലേ തേമം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനുള്ളൂ. ഇത് വെള്ളം കിട്ടിയാൽ തന്നെ കല്ലുകൊണ്ട് മനരിച്ചാൽ തന്നെ ആ മനരിച്ചത് ശരിയാണ്. വെള്ളം കൊണ്ട് മനരിച്ച് അത്ര ക്ലിയർ ഉണ്ടാവില്ല, അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും മതിയെന്ന്. ഏറ്റവും നല്ലത് മുഅ്മിനീങ്ങളെ കേട്ടുള്ളൂ, ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞതാണ്, 2 കൊണ്ട് മനരിക്കുക. ആദ്യം ടിഷ്യൂ പേപ്പർ കൊണ്ട് മനരിക്കുക, പിന്നെ വെള്ളം കൊണ്ട് മനരിക്കലാണ് ഏറ്റവും ടോപ്പ്. കുബാ പള്ളിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, കുബാ പള്ളിയിലുള്ള ആളുകളെ പറ്റി അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞു. ആയത്തിറക്കി.
അപ്പോൾ റസൂൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ശുദ്ധീകരണത്തിൻ്റെ പുതിയ പരിപാടി എന്താ നിങ്ങൾക്ക് ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ഓല് പറയണേ, ഞങ്ങൾ ആദ്യം കല്ലുകൊണ്ട് മനയിച്ചു, പിന്നെയാണ് വെള്ളം കൊണ്ട്. സ്വഭാവത്തൊക്കെ കൂടുതലും കല്ലുകൊണ്ട് മനയിക്കണമെങ്കിൽ ഇന്നത്തെ വെള്ളം സുലഭമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ബാത്റൂമിൽ രണ്ടും ഉണ്ട്, ഈ ടിഷ്യൂ പേപ്പറുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ടിഷ്യൂ പേപ്പർ കൊണ്ട് മനരിക്കുക, മറക്കിരുന്നാലും വേണ്ടില്ല, മൂത്രയിച്ചാലും വേണ്ടില്ല. ആദ്യം അതുകൊണ്ട് ചെയ്യുക, പിന്നെ അതാണ് അഫ്ളൽ. അസലേ ചോദിക്കണത്, പ്ലേറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചാൽ ആകെ വെള്ളമാവും, അതുകൊണ്ട് തൈമം ചെയ്യാൻ പറ്റുമെന്ന്. അതിനൊന്നും തൈമം ചെയ്യാൻ പറ്റില്ല. വെള്ളം ആകെ ആവാത്ത കോലത്തിൽ കുറഞ്ഞ നിലക്ക് മതി. അവിടെ നിന്നൊക്കെ വളരെ ഒലിച്ചാൽ മതിയല്ലോ വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി, ഒരു ഗ്ലാസ് വെള്ളം മതി ഉതിർക്കാൻ. വളരെ കുറഞ്ഞൊരു മുദ്ദ് വെള്ളം മതി ഒരു ഉതിർക്കാൻ. വളരെ അങ്ങനെ അടുത്ത പൈപ്പിൽ വരുള്ളൂ. പ്ലേറ്റുള്ള പൈപ്പിൽ വളരെ ഒരു കണ്ണീരോലല്ലേ വരുള്ളൂ. അങ്ങനെ വന്നാൽ മതി. നമ്മൾ അകത്തുമ്പോൾ ആകെപ്പാടെ ഇങ്ങോട്ട് കഴുകിയിട്ട് ഇങ്ങോട്ട് ഒലിച്ച് കണ്ട് അതൊന്നും വേണ്ട. ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒലിച്ചാൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ആ ബാത്റൂമിലൊക്കെ അധികം ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് മനരിക്കലാണ് പ്രായോഗികമാവുക. പലരും പ്ലെയിനിന് അങ്ങോട്ട് മൂത്രിക്കാനോട് പോകും, എല്ലാവരും സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ പോരും, അവിടെ വെള്ളമില്ലാന്നും പറഞ്ഞാണ്. അതൊക്കെ പൊട്ടത്തരാണ്. ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് മനരിച്ചാൽ തന്നെ മതി. വെള്ളം കൊണ്ട് മനരിക്കൽ നിർബന്ധം ഇല്ല. വലിച്ചെടുക്കും, വളരെ സൂപ്പറാണ്. അപ്പോൾ മനസ്സിലാക്കിക്കോളി, ആദ്യം ടിഷ്യൂ പേപ്പർ കൊണ്ടും പിന്നെ വെള്ളം കൊണ്ടും മനരിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായ രൂപം. അതിനാണ് അല്ലാഹു തആല ഖുർആനിൽ വാഴ്ത്തിയത്. അൽഹംദുലില്ലാഹി.